أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته നമ്മൾ ഖുർആനുമായി ബന്ധപ്പെടുമ്പോൾ ചില സമയത്ത് നമുക്ക് തോന്നിപ്പോകും എങ്ങനെയാണ് ആയത്തുകൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളത്. ഖുർആൻ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാണാം മറ്റൊരു വിഷയമായിട്ട് ഖുർആന് സംസാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമായിട്ട് ഈ ആയത്തിന് എന്താ ബന്ധം എന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവാതെ പോകാറുണ്ട്. ഇത് വാസ്തവത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മഹത്തായ ഒരു ശൈലിയാണ്. അത് മാത്രമല്ല, നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ നമ്മളെ അറിയിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ഒരു കാരണവശാലും അറിയാൻ ചാൻസ് ഇല്ലാത്ത പല കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹു തന്നെ പറയുന്നത് കാണാം, യുഅല്ലിമുക്കും മാ ലാ തകൂനു തഅലമൂൻ. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു ചാൻസും ഇല്ലാതിരിക്കെ നിങ്ങളെ അള്ളാഹു സുബ്ഹാനഹു തആല അത്രയും കാര്യങ്ങൾ പഠിപ്പിക്കും. മാ ലാ തകൂനു തഅലമൂൻ, യു ഹാവ് നോ വേ ഓഫ് നോയിങ് ഇറ്റ്. അറിയാൻ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ചാൻസും ഇല്ല. എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളെ അങ്ങനത്തെ കാര്യങ്ങളാണ് പഠിപ്പിക്കുക എന്നുള്ളത്. ഓക്കെ, രണ്ട് സംഗതികൾ അതിലുണ്ട്. ഒന്ന്, നിങ്ങൾ അത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കണമെന്ന് നിങ്ങൾ കരുതിയിരുന്നില്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് മാത്രമാണത് എങ്ങനെയാണത് കണക്ട് ചെയ്യുന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ചില നിങ്ങളിപ്പോൾ എല്ലാവരും കോളേജിലൊക്കെ പോയ ആളുകളാണ്. ചില സമയത്ത് നമ്മൾ പ്രൊഫസർമാർ ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ച് സയൻസൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ ആശ്ചര്യപ്പെട്ടിരിക്കും, എന്താണ് ഇപ്പോൾ ഇയാൾ ഈ പറഞ്ഞതെന്നുള്ളത്. ഒരു ബന്ധവും തോന്നൂല. അപ്പം നമ്മളുടെ അത്തരത്തിലുള്ളൊരു മുഖഭാവം കണ്ടാൽ പ്രൊഫസർമാർ പറയും, നിങ്ങൾക്കിപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല എനിക്കറിയാം, പക്ഷെ നിങ്ങൾ തൽക്കാലം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുകയും ഞാനിതിൻ്റെ അവസാനം എത്തുമ്പോൾ എല്ലതും കൂടി എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം അപ്പോൾ മനസ്സിലാവും. അതുവരെ നിങ്ങൾ ഒന്ന് ശ്രമിച്ചിരിക്കുക, അവസാനം എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ചിലപ്പോൾ ചില പ്രൊഫസർമാർ ചില വിഷയങ്ങൾ പറയുമ്പോൾ പറയാറുണ്ട്. അങ്ങനത്തെ വല്ല അവസ്ഥകളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ക്ലാസ് എടുക്കുമ്പോൾ ഒക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിൽ ക്ലാസ് കേൾക്കുമ്പോൾ ഒരു പിടുത്തം ഉണ്ടാവില്ല. അപ്പോൾ സാറ് പറയും, നിങ്ങൾ തൽക്കാലം ബെയർ വിത്ത് മീ, ജസ്റ്റ് ബി വിത്ത് മീ, ഇതിൻ്റെ അവസാനം എത്തുമ്പോൾ എവറിത്തിങ് വിൽ മേക്ക് സെൻസ് എന്ന് പറയും. അങ്ങനത്തെ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ എന്താണ്, ആ ഒരു ക്ലാസ്സിൻ്റെ അവസാനം എത്തുമ്പോഴാണ് ഇതാണല്ലേ ഇതിൻ്റെ ബന്ധം എന്ന രൂപത്തിൽ നമുക്ക് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഖുർആനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത്, ആയത്തുകൾ എപ്പോഴും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അത് തുടക്കം മുതലേ അള്ളാഹു സുബ്ഹാനഹു തആല അതിൻ്റെ ഡിസൈൻ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഓരോ ആയത്തുകളും അതായത് സ്ഥാനങ്ങളിൽ കിടക്കുന്നത്. ഓക്കെ, സൂറത്തുൽ ബഖറ രണ്ടാമത്തെ സൂറത്താവാൻ ഒരു കാരണമുണ്ട്. അതുപോലെ സൂറത്തുൽ അലക്ക് 96-ാമത്തെ സൂറത്താവാനുള്ള കാരണമുണ്ട്. സൂറത്തുൽ നാസ് 114-ാമത്തെ സൂറത്താവാനും ഒരു കാരണമുണ്ട്. അതൊക്കെ അങ്ങോട്ടൊക്കെ വേണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഇടാമായിരുന്നു, പക്ഷെ അത് അങ്ങോട്ട് ഇട്ടിട്ടില്ല. ഓക്കെ, ഈ ഖുർആനിൽ മാത്രമല്ല, ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ആയത്തുകൾ ഒരിക്കലും പരസ്പരം എടുത്ത് മാറ്റാൻ പറ്റുകയില്ല, അത് ഇന്റർ കണക്റ്റഡ് ആണെന്നുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നോക്കട്ടെ, അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ എന്ന പദം വാസ്തവത്തിൽ അത് രണ്ട് ആയത്താണ്, അല്ലേ? അർ റഹ്മാൻ ഒരു ആയത്താണ്, അല്ലമൽ ഖുർആൻ ഒരു ആയത്താണ്. പക്ഷെ വാസ്തവത്തിൽ അത് രണ്ട് ആയത്താണെങ്കിലും ഒരൊറ്റ സെന്റൻസ് ആണ്, അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ. കാരണം അർ റഹ്മാൻ ഇവിടെ മുബ്തദ ആണ്, അല്ലമൽ ഖുർആൻ ഖബറാണ്. ഓക്കെ, സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് എന്നൊക്കെ പറയില്ലേ ഭാഷപരമായിട്ട്. കാരണം അർ റഹ്മാൻ എന്നുള്ള ആകെ ഒറ്റ വാക്കാണ്, ആ ഒറ്റ വാക്കാണ് ഒരു ആയത്ത്. ഓക്കെ, ഇനി മാത്രമല്ല, ഖുർആനിലൊരു മനോഹരമായ മറ്റൊരു ശൈലിയും കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, അള്ളാഹുവിൻ്റെ പേരുകൾ, നാമങ്ങൾ കൂടുതലും
രണ്ട് നാമങ്ങൾ ഒരുമിച്ചാണ് വരാറ്. അതിൽ അർ-റഹ്മാൻ മാത്രമേ ഉള്ളൂ ഒറ്റക്ക് വരുന്നത്. ഓക്കെ, മനസ്സിലായി? ഞാൻ പറഞ്ഞ മനസ്സിലായി ഞങ്ങൾക്ക്? ഉദാഹരണം പറഞ്ഞാൽ മറ്റേ അലീമുൻ ഖബീർ, അല്ലെങ്കിൽ എന്താണ് മറ്റേ അർ-റഹ്മാൻ റഹീം, ഇതൊക്കെ അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങളാണ്. പക്ഷേ പൊതുവെ അത് രണ്ട് നാമങ്ങൾ ഒരുമിച്ചാണ് വരിക. ഓക്കെ, പക്ഷേ ഒറ്റക്ക് വരുന്ന ഒരു 99 നാമത്തിൽ ഒരു നാമം ഉണ്ടെങ്കിൽ അത് റഹ്മാൻ മാത്രമാണ്. റഹ്മാന്റെ കൂടെ മറ്റേ വരാറുണ്ട്, പക്ഷേ സ്റ്റാൻഡ് അലോൺ ആയിട്ട് റഹ്മാൻ മാത്രമാണ് അങ്ങനെ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ സംഗതികളും ഡുവൽ ആയിട്ടാണ് വരിക. ഓക്കെ, മനസ്സിലായി? ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടാ? ആ, ഓക്കെ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പം നിങ്ങൾ നമസ്കാരത്തിൽ ഇമാമ് നിൽക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇമാമ് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ റുക്കുവിലേക്ക് പോണേക്കാൻ മുമ്പേ ഒരു ആയത്ത് പോയി നിർത്തുക. നിങ്ങൾ എന്ത്? ഫവൈലുൽ മുസല്ലീൻ, ഫവൈലുൽ ലിൽ മുസല്ലീൻ എന്ന് ഓതി വെച്ചിട്ട് നിങ്ങൾ റുക്കുവിലേക്ക് പോയാൽ എന്തുണ്ടാവുക? നിസ്കാരക്കാർക്ക് നാശം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ റുക്കുവിലേക്ക് പോകുന്നത്, അല്ലേ? അപ്പോൾ അതെങ്ങനെ ഉണ്ടാവും? അപ്പോൾ അല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ എന്നുള്ളത് ഈ ആയത്തുമായിട്ട് കണക്റ്റഡ് എന്നുള്ള കാര്യം നമുക്ക് എന്ത് വേണം? നമുക്കതിനെ കുറിച്ചിട്ട് അറിയണം. അല്ലദീനഹും യുറാഊൻ വയംനഊൻ മാഊൻ, അങ്ങനത്തെ ആളുകൾക്കാണ് ആ നമസ്കാരക്കാർക്കാണ് നാശം എന്ന് നമുക്ക് അറിയണം. ഇത് സാധാരണ നമ്മൾ ഈ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിലൊക്കെ നമ്മൾ പറയാറുണ്ട്. ടീച്ചർ ബുക്ക് നോക്കിയിട്ട് അരണ കടിച്ചാൽ മരിക്കും എന്ന് വായിച്ചു വെച്ച്, എന്നിട്ട് കുട്ടികൾക്ക് അതിന് പറഞ്ഞു കൊടുത്തു, അരണ കടിച്ചാൽ ഭയങ്കര വിഷമാണ്, പ്രശ്നമാണ്, അത് ശ്രദ്ധിക്കണം, അത് കടിച്ചു കഴിഞ്ഞാൽ ആൾ ഒപ്പം തന്നെ മരിക്കും, കാരണം അത് ഭയങ്കര വിഷാന്നൊക്കെ പറഞ്ഞു വെക്കും. എന്നിട്ടാണ് പേജ് മറിക്കുക. അപ്പം കാണാം എന്ന ധാരണ തെറ്റാണ് എന്ന് കാണാം. ഇപ്പുറത്തെ പേരെന്താണത്? അരണ വിഷമാണ്. അപ്പം അത് മാത്രം വായിച്ച് ടീച്ചർ ക്ലാസ് എടുത്ത്. ആ പേജ് മറിച്ചപ്പോഴാണ് കാണുക എന്ന ധാരണ തെറ്റാണ് എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാൽ നമുക്ക് വിഷയത്തെ കുറിച്ചിട്ട് ഫുള്ളായിട്ടൊരു അറിവുണ്ടെങ്കിലേ നമുക്ക് കാര്യങ്ങൾ നല്ല വേണ്ട രൂപത്തിൽ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആയത്തുകളൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇനി ചില ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ ആയത്തുകളെ കനോട്ട് ബി ലുക്ഡ് ആറ്റ് ഇൻ ഐസൊലേഷൻ. അതായത് മറ്റു ഭാഗത്ത് നിന്ന് അടർത്തിയെടുത്തിട്ട് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിട്ട് ചില ആയത്തുകളെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. അത് കുറേ ഭാഗങ്ങൾ നമുക്ക് വേണ്ടി അങ്ങനെ മനസ്സിലാക്കാം. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ മുമ്പ് വന്ന ആയത്തുകളും ശേഷം വരുന്ന ആയത്തുകളും തമ്മിൽ കണക്റ്റ് ചെയ്യപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ കണക്ടിവിറ്റി നമുക്ക് മനസ്സിലാവുകയുള്ളൂ, കേട്ടോ? അപ്പോൾ ഖുർആൻ്റെ ആയത്തുകൾ തമ്മിലുള്ള ഒരു കണക്ടിവിറ്റി ഉണ്ട്. ചിലപ്പോൾ നമുക്കത് അതിൻ്റെ വിസ്ഡം മനസ്സിലാവില്ല, പക്ഷെ അതുണ്ട്. ചില സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതുപോലെ വ്യക്തമാക്കിയിട്ടാണ് നമുക്ക് അതിൻ്റെ മറ്റേ കണക്ടിവിറ്റി മനസ്സിലാക്കി തരിക. ഉദാഹരണം പറഞ്ഞാൽ ഫവൈലുൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ എന്നുള്ള ആയത്തുകളൊക്കെ അത് വളരെ വ്യക്തമാണ്. അത് ഏതൊരു ഖുർആൻ പഠിക്കുന്ന ഏതൊരു സാധാരണക്കാർക്കും മനസ്സിലാവും. നിസ്കാരക്കാർക്ക് നാശമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ആയത്തുമായി അത് കണക്ട് ചെയ്യപ്പെടണം, എന്നാൽ മാത്രമാണ് നമുക്കതിൻ്റെ പൂർണ്ണത കിട്ടുള്ളൂ. ഒരാൾ നിസ്കാരക്കാർക്ക് നാശം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിന്നാൽ പിന്നീട് വരുന്ന ആയത്തുകളെ കുറിച്ച് നമ്മൾ അത് ബന്ധിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് തെറ്റായിട്ടുള്ള സംഗതിയാണ് നമുക്ക് ലഭിക്കുക, കേട്ടാ? അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ചില കേസ് സ്റ്റഡികൾ, ഖുർആനിലെ ചില കേസ് സ്റ്റഡികൾ നമ്മൾ എടുത്തുകൊണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആയത്തുകൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്താൻ പോകുന്നത്, കേട്ടാ? നമ്മൾ ഒന്നാമത് എടുക്കാൻ പോകുന്നത് സൂറത്ത് അബസ. സൂറത്ത് അബസയിൽ എല്ലാവരും സൂറത്ത് അബസ എടുത്തോളി. സൂറത്ത് അബസയിൽ 80 ആയത്തുകളാണുള്ളത്, അല്ലേ? നിങ്ങൾ സൂറത്ത് അബസ നടത്തേ, ഖുർആൻ തുറക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പാഡാ ഐഫോണാ ഫോണാ എന്താ വെച്ചതോ, എന്നിട്ട് നിങ്ങൾ സൂറത്തിൽ അബസ എടുക്കുക.
80-ാമത്തെ സൂറത്തുമാണ്, 80 ആയത്തുണ്ടല്ലേ? ആ അതെ, 80 സുഹൃത്താണ്, 80 ആയത്തുണ്ട്. അപ്പൊ അബസയിലുള്ളത് എന്താണ്? ഒന്ന്, അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക ഔ യദ്ദക്കറു ഫതൻഫഅഹു ദിക്റ അമ്മാ മൻ ഇസ്തഗ്ന ഫഅൻത ലഹു തസദ്ദ വമാ അലൈക അല്ലാ യസ്സക്ക എന്നുള്ള ആയത്തുകളൊക്കെ ഇങ്ങനെ ഓതി പോയി നിങ്ങൾ. കല്ലാ ഇന്നഹാ തദ്കിറ ഫമൻ ശാഅ ദക്കറ ഫീ സുഹഫിൻ മുകറമ മർഫൂഅത്തിൻ മുതഹ്ഹറ ബി ഐദി സഫറ കിറാമിൻ ബററ. അങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഓതി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 23-ാമത്തെ ആയത്തേക്ക് സുമ്മ ഇദാ ശാഅ അൻശറ കല്ലാ ലമ്മാ യഖ്ദി മാ അമറ, എന്നിട്ട് അത് 23-ാമത്തെ ആയത്ത് വരെ നിങ്ങൾ ഓതുകയാണെങ്കിൽ ആയത്തുകളൊക്കെ പരസ്പരം കണക്റ്റഡാണ് അല്ലേ? പിന്നെയാണ് സ്വിച്ച് വരുന്നത്. ഫൽ യൻദുറുൽ ഇൻസാനു ഇലാ തആമിഹി, മനുഷ്യൻ അവൻ കഴിക്കുന്ന ഭക്ഷിക്കുന്ന ഭക്ഷണത്തിൽ അവൻ നോക്കട്ടെ. അന്നാ സബബ്നൽ മാഅ സബ്ബ ثم شققنا الأرض شقا فأنبتها فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم فإذا جاء له. ഇപ്പോൾ 32 വരെ, 24 മുതൽ 32 വരെ നീ എന്തിനെ കുറിച്ചാണ് സംസാരിക്കണത്? ഏഹ് അപ്പൊ ഇതിലെന്താ സംഭവം നമ്മളൊന്ന് മനസ്സിലാക്കാൻ നോക്കുകയാണെങ്കിൽ, ആരാണ് വന്നിട്ട് പ്രവാചകനോട് സംശയം ചോദിച്ചത്? ആരാ പറയടോ? ഉമ്മി മക്തൂം. ആ, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം എന്ന് പറയുന്ന ഒരു സഹാബി, അന്ധനാണ് ആള്. അദ്ദേഹം വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രമുഖരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിൽ വന്നുകൊണ്ട് ഇന്ററപ്റ്റ് ചെയ്തു പ്രവാചകനെ, ഒരു കാര്യം ചോദിക്കുകയാണ് അല്ലെ? അതാണ് അബസ വത്വല അഞ്ചാവുൽ അമ എന്നുള്ള ഭാഗങ്ങൾ പറയുന്നത്. എന്നിട്ട് മറ്റേ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? നിങ്ങൾ പ്രവാചകനോട് ചോദിക്കുന്നത്, പ്രവാചകരെ താങ്കളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രമുഖരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ, അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഖുർആൻ പരാമർശിക്കുന്നത്. എന്താ പറഞ്ഞത്? ആ വന്നിരിക്കുന്ന ആളുകാട്ടിയും ഉയർന്ന സംഗതിയാണ് വിശുദ്ധ ഖുർആൻ അല്ലേ? ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് 7ാം ആകാശത്ത് നിന്നാണ്. മാത്രമല്ല, ഈ പ്രമുഖരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് കേൾക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായി എന്നുള്ളത് വലിയ സംഗതിയാണ് അല്ലേ? അത് മാത്രമല്ല, ഖുർആനിനെ അവരാണ് സർവീസ് ചെയ്യേണ്ടത്, അല്ലാണ്ട് അവരെ അല്ല ഖുർആന് നോക്കേണ്ടത്. ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലാവുന്നുണ്ടാ? ഇല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞട്ടാ. എന്നിട്ട് ആണ് വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യണത്? നേരെ ഫലിയന്തുൽ ഇൻസാനൽ ഇലാ തആമിഹി, അവന്റെ ഭക്ഷണത്തെ കുറിച്ച് കാണുന്നില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് പരാമർശിക്കുന്നത്. എന്നിട്ട് ഭക്ഷണത്തിനെ കുറിച്ചിട്ട് ധാരാളം വിവരിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോ ടേബിളിൻ്റെ മുകളിലിരിക്കുന്ന ഭക്ഷണം നിങ്ങൾ കാണുന്നില്ലേ, അത് എങ്ങനെയാണ് ഭൂമിയിൽ നിന്ന് വന്നത്, അത് എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ള സംഗതികളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ പെട്ടെന്ന് ഒരു ചാട്ടാണ്. എന്ത് ചാട്ടം? താലക്കും അലിയാനാമിക്കും പറഞ്ഞു. പിന്നെ പറയുന്നത് ഇദാ ജാഅത്തി സാഖ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബത്തിഹി വ ബനിഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നി. ഇതെന്താ വെച്ചാ പറഞ്ഞത്? ഏഹ് ഒരു ഓടിപ്പോണത് ഖിയാമത്ത് നാളില്. ആ, ഖിയാമത്ത് നാളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇതിനെ ഡിവൈഡ് ചെയ്യും. ആദ്യത്തെ പോർഷൻ എന്തിനെ കുറിച്ച് സംസാരിച്ചത്? അന്ധനായ അബ്ദുല്ലാഹി മനുഷ്യൻ. അങ്ങനെ. ഖുർആനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? ആദ്യത്തെ ഭാഗം പറഞ്ഞ ഖുർആനെ കുറിച്ചല്ലേ? ഉം. അല്ലടോ. ഉം. ഉം. അതെ, ഉം. ഉം. അതെ. ഔ യദ്ദക്കറു ഫതൻഫഅഹു ദിക്റ അമ്മാ മൻ ഇസ്തഗ്ന ഫഅൻത ലഹു തസദ്ദ വഅമ്മാ അലൈക അല്ലാ യസ്സക്ക വഅമ്മാ മൻ ജാഅക യസ്അ വഹുവ യഖ്ശാ ഫഅൻത അൻഹു തലഹാ ഇല്ലാ ഇന്നാ തദ്കിറ ഫമൻ ശാഅ ദക്കറ ഫീ സുഹഫിൻ മുകറമ മർഫൂഅത്തിൻ മുതഹ്ഹറ ബിഐദി സഫറ. ഇതൊക്കെ എന്താ? ഇത് ഖുർആനെ കുറിച്ചാണ് പറഞ്ഞത്. ഏത് ഖുർആനെ ഉം. പരിചയപ്പെടുത്താനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രമുഖരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ആ ഖുർആനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? അത് കഴിഞ്ഞ് ഉടൻ ചാടുന്ന എങ്ങോട്ടാണ്? നേരെ ഫലിയന്തുൽ ഇൻസാൻ ഇലാ തആമിഹി, മറ്റേ എന്താണ്, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട കാര്യത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത്.
അതായത് അതിന് തൊട്ട് മുമ്പേ പറഞ്ഞത് ആയിരുന്നാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതും മരണപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. അതായത് ഖിയാമത്ത് കുറിച്ച് ഓൾറെഡി പറഞ്ഞ് ആരംഭിക്കുന്നുണ്ട്, ഇല്ലേ? അതാ ഞങ്ങൾ ഖുറാനും തുറന്നു നോക്കി പറഞ്ഞത്. ഖുത്ലൽ ഇൻസാനു മാ അക്ഫറ മിൻ അയ്യി ഷൈഇൻ ഖലഖ, എന്തിൽ നിന്നാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത്? മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ ثم السبيل يسر ثم أماته فأقبر ثم إذا شاء أنشر كلا لما يقضي ما أمر. ഇതൊക്കെ എന്താണ്? അള്ളാഹു എന്തിൽ നിന്നാണ് ഇച്ഛിക്കുമ്പോൾ അവനെ സൃഷ്ടിക്കപ്പെട്ടത്? ഉയർത്തി എഴുന്നേൽപ്പിക്കുന്നു, അല്ലേ? അപ്പൊ ഖിയാമത്ത് കുറിച്ച് സംസാരിച്ച് ആരംഭിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ ഉടനെയാണ് എന്ത് ചെയ്യണത്? ഫൽ എന്നുള്ള ഇൻസാനില്ല താമി, അവൻ അവന്റെ ഭക്ഷണത്തിലേക്ക് നോക്കുന്നില്ല എന്ന വിഷയം വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ട്രാൻസിഷൻ മനസ്സിലാവുന്നുണ്ടോ? സോജക്ക് ഒരു പിടുത്തം കിട്ടില്ല, ആകെ അന്തം കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. Okay, what I'm trying to say is that Quran is talking to you about one subject, and suddenly it shifts the focus from Qiyamat to your food that is on the table. Okay, എന്തൊരു ഇൻസാനിൽ ഇലാ താഅമിഹി, your food. أنا صبنا الماء صبا ثم شقنا الأرض شقا فأنبتها فيها حبا وعنبا وقضبا وزيتونا ونخلا. These are all about food, how it is being created, how it comes to your table എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ദ സബ്ജക്ട് ചേഞ്ചസ് അഗെയിൻ. എന്താ ചേഞ്ച് കൊടുക്കാണ്? ഫൈദാജാത്ത സാഖ, ഒടുവിൽ ആ കാതടിപ്പിക്കുന്ന ഘോഷവുമായി ഉയരുമ്പോൾ ടോക്സ് അബൌട്ട് ഖിയാമ അഗെയിൻ. അപ്പോൾ ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞ് ആരംഭിച്ച് കുറച്ച് 2-3-4 ആയത്തുകൾ പറഞ്ഞു കഴിഞ്ഞു. സഡൻലി ഇറ്റ് ജംപ് ടു യുവർ ഫുഡ് ദാറ്റ് യൂസ് ബീങ് ഈറ്റിംഗ് ആൻഡ് ദെൻ ഇറ്റ് ഗോസ് ബാക്ക് അഗെയിൻ ടു ഖിയാമത്ത് നാൾ. ഇനി നമുക്ക് ഖുർആനിലെ ആയത്തുകളെ താൽക്കാലത്തേക്ക് പഠിക്കാൻ വേണ്ടിയിട്ടൊന്ന് മയക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഡു ലൈക്ക് ദിസ്. കല്ലാ ലമ്മ യഖ്ലി മാ അമറ, 23 ആയത്ത്. ആ 23 ആയത്ത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ടു 24 ജംപ് ഡയറക്ട്ലി ടു 33. അതായത് 24-ാമത്തെ ആയത്ത് മുതൽ 32-ാമത്തെ ആയത്ത് ഇല്ലാത്ത രൂപത്തിൽ അത് മറച്ചു വെച്ചുകൊണ്ട് തൊട്ട് മുമ്പത്തെ ആയത്ത് ഓതിയിട്ട് 33-ാമത്തെ ആയത്തിലേക്ക് ചാടി വയ്ക്കാം. യു വിൽ ഫൈൻഡ് ദാറ്റ് ഇറ്റ്സ് കംപ്ലീറ്റ് ഓർഡറിലാണ്. ആ കണ്ടിന്യൂഷൻ ബ്രേക്ക് ചെയ്യണില്ല. അതെനിക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഡു ദിസ്, അപ്പോഴേക്ക് മനസ്സിലാവുള്ളൂ. അതായത് കല്ലാൽ അമ്മ യഖ്ലി മാ അമറ, അത് കഴിഞ്ഞിട്ട് നേരെ ഫഇദാ ജാഅത്തി സാഖ യൗമ യഫിറുൽ മർഉ മിൻ അഖി, അങ്ങോട്ട് വന്ന് നോക്കി നിങ്ങൾ. വിതൗട്ട് റിസൈറ്റിംഗ് 24 മുതൽ 32 ആയത്ത് തൽക്കാലം നിങ്ങൾ മറച്ചു വെക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഓതി നോക്കി നോക്കിയാൽ കറക്റ്റ് ഓർഡറിലാണ് പോവുക, സബ്ജക്റ്റ് മാറാതെ ഖിയാമത്ത് നാളിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നേരെ പോകും. യു വിൽ നോട്ട് ഫൈൻഡ് ഔട്ട് ഓഫ് ദ വേ. പക്ഷേ ദ മൂമെന്റ് യു ടേക്ക് കൺസിഡർ 24 മുതൽ 32 വരെ നിങ്ങൾ എടുത്താൽ കാണാം ഇറ്റ്സ് ടോക്സ് അബൌട്ട് ദ ഫുഡ് ദാറ്റ് യു ഈറ്റ്. നമ്മൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തെ കുറിച്ചാണ് ആ ആയത്തുകൾ സംസാരിക്കുന്നത്. അപ്പോൾ വൺ വുഡ് വുഡ് ട്രൈ ടു ലൈക്ക് എന്താണ്, യു വിൽ ബി അമേസ്ഡ് വൈ ഡിഡ് അല്ലാഹ് ടോക്ക് അബൌട്ട് ദിസ്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ചിട്ട് ഖിയാമത്ത് നാൾ പറഞ്ഞുകൊടുത്ത് കൊണ്ടുവന്നത്? അതാണ് ചോദ്യം. മനസ്സിലാകുന്നുണ്ടാ? എന്നിട്ട് യൗമ യഫ്റുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി, ആ നാള് അന്ന് മനുഷ്യൻ സ്വന്തം സഹോദരത്തിൽ നിന്നും മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ഭാര്യയിൽ നിന്നും സ്വന്തങ്ങളിൽ നിന്നും ഓടി അലകുന്നു. അപ്പോൾ 24 മുതൽ 32 വരെയുള്ള സെക്ഷൻ നമ്മൾ കണ്ണടക്കുകയാണെങ്കിൽ ആ ഫുൾ പാസേജ് പരസ്പരം വളരെ മനോഹരമായിട്ട് ബന്ധക്കെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ 24 മുതൽ 32 വരെയുള്ള ആയത്തുകൾ സംസാരിക്കുന്നത് ഭക്ഷണത്തെക്കുറിച്ചാണ്. അപ്പോൾ വാട്ട് ഈസ് ആ ഭക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആയത്തുകൾക്ക് ഇവിടെ എന്താണ് സ്ഥാനം? ഇതൊരാൾ ചിന്തിച്ചു പോകും. നിങ്ങൾക്കാണ് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് ചോദിക്കുന്നത് ഞാൻ. മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ പോയിന്റ് കിട്ടുന്നുണ്ടോ? മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കണം. ഏ ഭൂമിയെ പിളർത്തി എന്നൊക്കെ പറയുമ്പോൾ അത് മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട് കാണിക്കുന്നതാണ്. അതായത് ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഈ കാണുന്ന ഫല്യൊന്നൽ ഇൻസാന ഇലാ താഅമിഹി, മനുഷ്യൻ അവൻ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് നോക്കട്ടെ. ഓക്കെ, ഇത് പറയുന്നത് എവിടെയാണ്?
ഖിയാമത്ത് നാളിനെ കുറിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന വിഷയമായി ബന്ധപ്പെട്ട് പിന്നെ അത് ശേഷം ഇതാ പറഞ്ഞത്. പിന്നീട് അള്ളാഹു ഇച്ഛിക്കുമ്പോൾ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ഒരിക്കലുമല്ല അള്ളാഹു കൽപ്പിച്ചത് അവൻ നിറവേറ്റിയില്ല. മനുഷ്യൻ തൻ്റെ അന്നത്തിലേക്കും നോക്കട്ടെ. കണ്ടാ, അവൻ നിറവേറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പറയണത് മനുഷ്യൻ അവൻ്റെ അന്നത്തിലേക്ക് നോക്കട്ടെ. നാം നന്നായി വെള്ളമൊഴിച്ചു, പിന്നെ അത്ഭുതകരമായി ഭൂമിയെ പിളർന്നു, എന്നിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ കാലികൾക്കുമുള്ള ജീവിത വിഭവമായി കൊണ്ട് ധാന്യവും മുന്തിരിവള്ളിയും പച്ചക്കറിയും ഒലിവും ഈത്തപ്പഴവും തിങ്ങിയ തോപ്പുകളും പലതരം പഴങ്ങൾ പുൽച്ചെടികൾ മുളപ്പിച്ചു. എന്നിട്ടോ ഒടുവിൽ അത് മുളപ്പിച്ചു എന്ന് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പറയണം, ഒടുവിൽ ആ കാതകൾ പിടിപ്പിക്കുന്ന ഘോഷമായി ഉയരുമ്പോൾ അന്ന് മനുഷ്യൻ സ്വന്തം സഹോദരിൽ നിന്നും മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ഭാര്യയിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഓടി അകലുന്നു. ഇപ്പം നേരത്തെ ഈ പറഞ്ഞ ഒരുപാട് ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു, അതിന് മുമ്പ് ഖിയാമത്തിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞു, വീണ്ടും ഖിയാമത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പം ഈ ഖിയാമത്തിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തിനാണ് ഭക്ഷണത്തെ കുറിച്ച് പരാമർശിച്ചത് എന്നാണ് എൻ്റെ ചോദ്യം. അതും ഇതുപോലെ അതിനോട് പറഞ്ഞോ, സോജ പറയും എന്താ അതിന്റെ കാലിയായ ബന്ധം? ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്നത് ഒരു പുനർജന്മം പോലത്തെ ഒരു കണക്ഷനായിട്ട് ഉദ്ദേശിച്ചിട്ടാണ്. ആ ആലോചിച്ച് നോക്കി നിങ്ങള്, അങ്ങനെ ആവാം. അത് പിന്നെ ഇതിന്റെ ഒരു എക്സാമ്പിൾ പോലെയല്ലേ വരുന്നത്. രണ്ടാമത്തെ ജന്മന്റെ എനിക്ക് അവിടുത്തെ വീണ്ടും മുളച്ചു വരുന്നത് കൊണ്ടാകും. ഓക്കെ, അപ്പോ ഏതൊരു വസ്തുവിൽ നിന്നാണ് അള്ളാഹു അവനെ സൃഷ്ടിച്ചതെന്നോ, ഓക്കെ, അള്ളാഹു ചോദിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് തന്നെ. അന്നത്തെ ഇവരുടെ വാദം എന്തായിരുന്നു? ഒരാൾ മനുഷ്യന് മരണപ്പെട്ട് കഴിഞ്ഞാൽ അതങ്ങോട്ട് കഴിഞ്ഞു, പിന്നെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു വിഷയത്തെ കുറിച്ചിട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇതാണ് അവരുടെ വിഷയം, അല്ലേ? അപ്പോൾ അവനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കുക. ആദ്യം പറഞ്ഞതാണ് മിൻ ഐ ഷൈഇൻ ഖലഖ. നിങ്ങൾ ഇത്രയും വാചാലമായി സംസാരിക്കാൻ നിങ്ങളുള്ളൂ. നിങ്ങളെ തന്നെ അള്ളാഹു എങ്ങനെയാണ് സൃഷ്ടിച്ചത് നിങ്ങൾക്ക് അറിയാമോ? മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ. ഫ്രം എ ക്ലോട്ട് ഓഫ് ബ്ലഡ്, അല്ലെങ്കിൽ ഒരു ഇന്ത്യത്തുള്ളിൽ നിന്നാണ് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് അതിനെ ചിന്തിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, ഡു വൺ തിങ്. നിങ്ങൾ ഒരു ശുക്ല കണത്തിൽ നിന്നാണ് അവൻ മനുഷ്യൻ സൃഷ്ടിച്ചത്. അള്ളാഹു പറയാം, ഇത് നിങ്ങൾക്ക് തലയിൽ കയറുന്നില്ല എങ്കിൽ ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പ് എത്രത്തോളം മഹത്വരാണെന്നും ആ മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുന്ന വിഷയം വരുമ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ മനസ്സിലാകാൻ പറ്റുന്നില്ല എങ്കിൽ ഐ വിൽ ഡു യു എ ഫേവർ. അള്ളാഹു പറയാം, തൽക്കാലം അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യും. നിങ്ങളെ തീന്മേശയിൽ നിങ്ങൾ വാരടിച്ച് തിന്നുന്നുണ്ടല്ലോ, ഭക്ഷണം കഴിക്കുന്നുള്ളോ, നിങ്ങൾ അതിലേക്കൊന്ന് നോക്കുക. ഓക്കെ, ഇനി നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭക്ഷണമാവട്ടെ, അതിൻ്റെ ആരംഭവും ഒരു തുള്ളി വെള്ളത്തിൽ നിന്നാണ്. അന്നാ സബബ്നൽ മാ സബ്ബ. നിങ്ങളും നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ എങ്ങനെയാണോ സൃഷ്ടിക്കപ്പെട്ടത് അതുപോലെ തന്നെയാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നതും നിങ്ങൾ കച്ചവടം നടത്തുന്നതും നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഭക്ഷണത്തിൻ്റെ അവസ്ഥ തന്നെയാണ്. ഓക്കെ, അള്ളാഹു പറയാണ് മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ, അല്ലേ? അവനെ സൃഷ്ടിച്ചത്, അങ്ങനെ അവനെ ക്രമാസൂത്രം രൂപപ്പെടുത്തി. എന്നിട്ടോ അപ്പോൾ അള്ളാഹു മനുഷ്യനെ രൂപപ്പെടുത്തിയതിനെ കുറിച്ച് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, അത് നിങ്ങൾ ഈ ആയത്തുമായിട്ട് ബന്ധപ്പെടും. അമ്പത്ത് ഹാഫിയ ഹബ്ബ. അപ്പോൾ അതിൽ നിന്ന് ഒരു തുള്ളി അല്ലെങ്കിൽ മറ്റേ വെള്ളത്തിൽ നിന്ന്, കാരണം വെള്ളം വേണമല്ലോ ഒരു സാധനം മുളക്കണമെങ്കിൽ, അത് മുളക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണോ ഓരോ ഘട്ടം ഘട്ടമായിട്ട് വളർന്നു വന്നത്, അതേ ഘട്ടത്തിൽ കൂടെ തന്നെയാണ് ഒരു ചെടിയും അതിൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. മനുഷ്യൻ ജനിച്ച് വീണ് കഴിഞ്ഞാൽ അവനക്ക് കരയാനേ പറ്റുള്ളൂ, കയ്യും കാലത്ത് അടിക്കാന്നല്ല, വേറെ മാർഗമൊന്നുമില്ല. പിന്നെ അവൻ കമിഴ്ന്ന് കിടക്കാൻ വേണ്ടി പഠിക്കും, പിന്നെ അവൻ മുട്ടുകുത്തി നിൽക്കാൻ നടക്കും, അല്ലേ? പിന്നെ അവൻ ഇരിക്കാൻ പഠിക്കും, പിന്നെ അവന് മുട്ടുകുത്തി നടക്കും, പിന്നെ അവന് പിടിച്ച് നിൽക്കാൻ പഠിക്കും, പിന്നെ അവൻ ഓരോ സ്റ്റെപ്പ് വെച്ച് നടക്കും. എന്ന അതേ ഘട്ടം രൂപത്തിലാണ് അമ്പത്ത് ഹാഫിയ ഹബ്ബ. ഒരു ചെടി, ഒരു മുളച്ചിട്ട് ഒരു ധാന്യത്തിൽ നിന്ന് പുറത്ത് വരുന്ന ഒരു ചെടി, അതിൻ്റെ ഘട്ടവും ഇതേപോലെ തന്നെയാണ്, അല്ലേ?
അത് വ്യത്യസ്ത സ്റ്റേജുകളിൽ. കാരണം ഒരു ചെടി ധാന്യത്തിൽ നിന്ന് പുറത്ത് വന്ന ഉടൻ തന്നെ എന്തുണ്ടാവില്ല, അതിൽ കായ ഉണ്ടാവില്ല. അതൊരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞ് പിന്നെ അതിലേക്ക് പൂവുണ്ടാവണം. ആ പൂവ് മാറിയിട്ടാണ് പിന്നെ എന്ത് ചെയ്യുക, കായാവുക. ആ ഒരു സ്റ്റേജും മനുഷ്യൻ്റെ സ്റ്റേജും തമ്മിലുള്ള കമ്പാരിസനാണ് ഇവിടെ. സുമ്മ സബീല യസ്സറ, അല്ലേ? എന്നിട്ടോ നിങ്ങളെ മാതാവിൻ്റെ ഉദരത്തിലായിരുന്നു. പിന്നീട് നിങ്ങൾ എങ്ങനെയാണോ പുറത്തേക്ക് വന്നത് അതേപോലെ തന്നെയാണ് ഈ ഒരു ധാന്യവും ഭൂമിയുടെ ഉദരത്തിലായിരുന്നു. ആ ഭൂമിയുടെ അകത്ത് നിന്ന് എങ്ങനെയാണോ ഒരു ധാന്യം മുളച്ച് പുറത്തേക്ക് വന്നത് അതുപോലെ തന്നെയാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. സുമ്മ സബീല യസ്സറ, അതിൻ്റെ പുറത്തേക്കുള്ള വരവ് അള്ളാഹു എളുപ്പമാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ 9-10 മാസം നിങ്ങളൊരു മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണോ പുറത്തേക്ക് വരാൻ എളുപ്പമാക്കി തന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല, പ്രസവത്തിലൂടെ എങ്ങനെ നിങ്ങൾ പുറത്തേക്ക് വന്നത് അതേ പ്രകാരം തന്നെ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ആ ധാന്യം മുളച്ചു വരുന്ന വിഷയത്തിൽ അള്ളാഹു അത് എളുപ്പമാക്കി കൊടുത്തു. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഒരു വലിയൊരു പാറ കിടക്കുന്നതിൻ്റെ അടിയിൽ ഒരു കുരു കിടക്കുന്നുണ്ടെങ്കിൽ അത് മുളച്ചിട്ട് ആ പാറയുടെ സൈഡിൽ കൂടെ ക്രാക്ക് വന്നിട്ടാണ് പുറത്തേക്ക് വരിക. നോക്കിണ്ട, ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു ധാന്യം നിങ്ങൾ ഭൂമിയുടെ ഉള്ളിൽ കൊണ്ടിടുമ്പോൾ ആ ഭൂമി അതിൻ്റെ മുകളിൽ അതിനെ കംപ്രസ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ആ ഭൂമിനെ തുറന്നുകൊണ്ടാണ്, പിയേഴ്സ് ചെയ്തുകൊണ്ടാണ് ഒരു ഇത്ര പോകുന്ന, നമ്മൾ വിരലോട് തൊട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്ന അതിൻ്റെ ആ ജെർമിനേഷൻ, ഒരു ധാന്യം മുളക്കുമ്പോൾ ഉണ്ടാകുന്ന ഫസ്റ്റ് ഒരു ഇല ഉണ്ടല്ലോ, അത് അത്രയും ഡെലിക്കേറ്റാണ്. ആ ഡെലിക്കേറ്റായ സാധനമാണ് ഇത്രയും വലിയ ഭാരമുള്ള കല്ലിൻ്റെ ഗ്യാപ്പിൽ കൂടെ പുറത്തേക്ക് ചാടി വരുന്നത്. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? അപ്പം നിങ്ങൾ ഒരു മനുഷ്യൻ എങ്ങനെയാണോ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് അപ്രകാരം തന്നെയാണ് ഒരു വിത്ത് അത് വലുതായിട്ട് ആ ഭൂമി തുറന്നുകൊണ്ട് പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് അള്ളാഹ് പറയാണ്, അങ്ങനെ വന്നു കഴിഞ്ഞ് സുമ്മ അമാതഹു ഫഖ്ബറ, പിന്നെ അവനെ മരിപ്പിച്ചു, ശവക്കുഴിയിലെത്തിച്ചു, അല്ലേ? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഒരു ആപ്പിൾ ആവട്ടെ, അല്ലെങ്കിൽ മുന്തിരി, അല്ലെങ്കിൽ ഓറഞ്ച്, എന്തോ ആവട്ടെ, അത് കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കുരു, അതിൻ്റെ ധാന്യം എങ്ങോട്ടൊക്കെ പോണത്? വീണ്ടും ഭൂമിയിലേക്കാണ് പോണത്, അല്ലേ? നമ്മൾ വലിച്ചെറിയുക ചെയ്യുക. അപ്പോൾ ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്ന പോലെ തന്നെ ഒരു മറ്റേ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിത്തുകൾ വീണ്ടും പോകുന്നത് ഭൂമിക്ക് തന്നെയാണ്, അല്ലേ? എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എപ്പോഴാണോ ഉച്ചിക്കുന്നത് അപ്പോൾ അമ്പത്തിനാ ഫിഹ ഹബ്ബ, അങ്ങനെ നാം അതിൽ ധാന്യം മുളപ്പിക്കുന്നു, വീണ്ടും അത് മുളച്ചു വരുന്നുണ്ട്. അപ്പോൾ ഏതുപോലെ സുമ്മ ഇദാ ഷാ അൻഷറ, മരണപ്പെട്ട് കഴിഞ്ഞിട്ട് എങ്ങനെ അള്ളാഹു ഉയർത്തെഴുന്നേൽക്കുന്നത്, ഒരു മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് അതേ പ്രകാരം തന്നെയാണ് നിങ്ങൾ, അതായത് ഒരു ധാന്യത്തിൽ നിന്ന് മുളച്ച് ഉണ്ടായി വന്ന ഒരു പഴം നിങ്ങളുടെ തീന്മേശയിലേക്ക് എത്തി, അത് നിങ്ങൾ ഭക്ഷിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അത് വലിച്ചെറിഞ്ഞപ്പോൾ ആ വിത്ത് വീണ്ടും ഭൂമിയിലേക്ക് പോയിട്ട് അത് എങ്ങനെയാണ് വീണ്ടും മുളച്ചുകൊണ്ട് വീണ്ടും പുതിയ ഒരു പഴമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഭൂമിയിലേക്ക്, കബറിലേക്ക് പോയിട്ട് പിന്നെ അവിടെ നിന്ന് നിങ്ങളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അള്ളാഹ്ക്ക് യാതൊരു പ്രയാസവുമില്ല. എന്ന് പറഞ്ഞാൽ ഒരു മരണപ്പെട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ട്, ഞാൻ എങ്ങനെയാണ് ഇതുവരെ ഇല്ലാത്തൊരു മനുഷ്യൻ, ഞാൻ ഒരു ശുക്ലത്തിൻ്റെ ഒരു ഡ്രോപ്പിൽ നിന്ന് ഉത്ഭവപ്പെട്ടു, മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഞാൻ 9-10 മാസം കിടന്നുകൊണ്ട് എൻ്റെ കയ്യും കാലൊക്കെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട്, ഹൃദയങ്ങളൊക്കെ കണ്ണും മൂക്കും ഒക്കെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് എങ്ങനെ ഉണ്ടായത്, എന്നിട്ട് ഒരിക്കലും പുറത്തേക്ക് വരാൻ അസാധ്യമായ ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ വളർന്നിട്ട് പിന്നെ അവിടുന്ന് ഞാൻ വീണ്ടും ഭൂമിയിലേക്ക് വരികയും എന്നിട്ട് ഞാൻ വലുതായി ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് ഞാൻ ഡെവലപ്പ് ചെയ്തൊരു മനുഷ്യനായിട്ട് പിന്നെ പ്രായമായിട്ട് ഞാൻ മരണപ്പെട്ടപ്പോൾ വീണ്ടും ഭൂമിയുടെ ഉള്ളിലേക്ക് തന്നെ പോയി, എന്നിട്ട് നാളെ അള്ളാഹു ആ ഭൂമിയിൽ പോയ എന്നെ വീണ്ടും അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ വല്ലാതൊന്നും ആലോചിക്കേണ്ടതില്ല. നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിലേക്ക് നോക്കും. അത് നിങ്ങളുടെ ടേബിളിൻ്റെ മുകളിൽ വരുന്നേക്കാൾ മുമ്പേ അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ വീക്കായിട്ടുള്ള, തീരെ ഒരു ശക്തിയും ഉണ്ടാവാതിരുന്ന ഒരു ധാന്യമായിരുന്നു. ആ ധാന്യം അത് നിങ്ങളെങ്ങനെയാണോ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് അപ്രകാരം തന്നെയായിരുന്നു അത് അതിൻ്റെ മാതാവായ ഭൂമിയിൽ നിന്നും പുറത്തേക്ക് വന്നു. അതുപോലെ തന്നെയാണ്. എന്നിട്ട് നിങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് കയ്യും കാലൊക്കെ ഡെവലപ്പായിട്ട് വന്നത് അത് പ്രകാരം തന്നെയാണ് ഈ ചെടിയും മെല്ലെ മെല്ലെ വലുതായി, വേരുകൾ ഓടി, അതിൻ്റെ പൂകളുണ്ടായി, അതിൻ്റെ പരാഗണം നടന്ന്, എന്നിട്ട് അതിലേക്ക് ഫ്രൂട്ട് ഉണ്ടായി, ആ ഫ്രൂട്ട് പഴുത്ത് നിങ്ങൾ അത് എന്നതുപോലെ തന്നെ അത് നിങ്ങളുടെ ടേബിളിലേക്ക് വന്ന പോലെ നിങ്ങളും ആവുന്നത്.
നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഈ കുരു, ഈ വിത്തുകൾ വീണ്ടും ഭൂമിയുടെ ഉള്ളിലേക്ക് തന്നെ പോകുന്നത്. നിങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളും ഭൂമിയിലേക്കാണ് പോകുന്നത്. ആ ഭൂമിയിലേക്ക് രണ്ട് സംഗതി ഭൂമിയുടെ ഉള്ളിലേക്ക് പോയിട്ട് ഒരു ഭാഗത്ത് നിന്ന് വിത്ത് വീണ്ടും മുളക്കുന്നത് പോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെയും ഇതുപോലെ കൊണ്ടുവരാൻ സാധിക്കും. ഏതുപോലെ ഈ വിത്ത് എങ്ങനെയാണോ വീണ്ടും ഉണ്ടായി വന്നത്, അതുപോലെ തന്നെ നിങ്ങളെയും എനിക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് രണ്ട് എക്സാമ്പിളിലൂടെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിന് വിഷയത്തെക്കുറിച്ചിട്ട്, വീണ്ടും സൃഷ്ടിക്കപ്പെടുന്ന അവസ്ഥയെക്കുറിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മനോഹരമായി കൊണ്ട് നിങ്ങൾ കഴിക്കുന്ന, നിങ്ങൾക്ക് ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയമായ നിങ്ങളുടെ ഭക്ഷണത്തെ നോക്കിക്കൊണ്ട് തന്നെ അള്ളാഹു ആ മഹത്തരമായ ആ സംഗതി അത് വെച്ചിട്ടുണ്ട് എന്ന് മനുഷ്യനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് പരലോക ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഇടയിൽ കൊണ്ട് ചെടികൾ, ധാന്യങ്ങൾ ഉണ്ടാവുന്ന അവസ്ഥയെക്കുറിച്ച് അള്ളാഹു ഇവിടെ കമ്പാരിസൺ നടത്തിയിട്ട് ഓനെ ബോധ്യപ്പെടുത്തുന്നത്. ആ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി ഖിയാമത്ത് നാളിൻ്റെ അവസ്ഥയെ കുറിച്ച് തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകൾ പറഞ്ഞത്. അല്ലേ? തുടക്കത്തിൽ നമ്മൾ ഒരിക്കലും ഈ കഴിക്കുന്ന ഭക്ഷണവും ഉയർത്തെഴുന്നേൽപ്പ് നാളും തമ്മിൽ കാര്യമായിട്ട് ബന്ധമുണ്ടെന്ന് നമുക്ക് മനസ്സിലായില്ല. പക്ഷേ ഇപ്പം നമുക്ക് വളരെ മനോഹരമായിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്ത്? ഓരോ സ്റ്റേജുകളും, നമ്മൾ ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ട ഓരോ സ്റ്റേജുകളും ഒരു ധാന്യത്തിൻ്റെ എങ്ങനെയാണോ മുളച്ച് ഉണ്ടാകുന്നത്, അതിൻ്റെ ഓരോ സ്റ്റേജുകളും നേർക്കുനേരെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളത് പറയുന്നത്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വയുഅല്ലിമുക്കും മാ ലാ തകൂനൂ തഅലമൂൻ. നിങ്ങൾ ദർ ഇസ് നോ വേ യു കുഡ് ഹാവ് നോൺ, പക്ഷേ അള്ളാഹു നിങ്ങൾക്കത് പഠിപ്പിച്ചു തരികയാണ് എന്നുള്ളത്. ഇതാണ് നമ്മളുടെ ആദ്യത്തെ കേസ് സ്റ്റഡി. മനസ്സിലാവുന്നുണ്ടോ എങ്ങനെയാണ് ആ ആയത്തുകൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കണം എന്നുള്ളത്? ഒരു വിഷയത്തെക്കുറിച്ച് ഖുർആൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ബന്ധവുമില്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് തോന്നിപ്പോകും എന്താണ് ഇപ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം ഇപ്പോഴായിട്ട് എന്താ ബന്ധമെന്ന് തോന്നിപ്പോകും. പക്ഷേ അത് വളരെ മനോഹരമായി കൊണ്ട് തന്നെയാണ് ഇതിൽ എന്ത് ചെയ്യണത്, ബന്ധപ്പെടുത്തി കിടത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് സ്റ്റഡിക്ക് ആർക്കെങ്കിലും സംശയമല്ലോ ഉണ്ടാ? ഇനി വരുന്ന വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് ഗ്രാസ്പ് വേണം കേട്ടോ, അല്ലാതെ നിങ്ങൾക്ക് കിട്ടൂല. നമ്മളിതുവരെ ഓരോ സംഗതി പറഞ്ഞ പോലെയല്ല. ഇനി നമ്മളുടെ കോഴ്സ് ഏകദേശമൊക്കെ ഒരു ലെവലിലേക്ക് എത്താനായിട്ടുണ്ട്. 5 മാസം കഴിഞ്ഞ് തുടങ്ങിയിട്ട് വല്ല പിടുത്തോണ്ട. നവംബറിൽ തുടങ്ങിയത്, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. നമ്മൾ മാർച്ചിലാണ് ഇപ്പോൾ. നമ്മൾ ഈ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ 5 മാസമായി. ഇനി ചിലപ്പോൾ ഒരു 1.5 മാസം കൂടി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി തീരുട്ടാ. ഇനിയിപ്പോൾ ബാക്കി 138 സ്ലൈഡാണുള്ളത്. അതിൽ 10ാമത്തെ സ്ലൈഡിലാണ് നമ്മളുള്ളത്. ഒരു 120 സ്ലൈഡും കൂടി ഇനി ബാക്കിയുണ്ട്. അപ്പോൾ ആദ്യത്തെ കേസ് സ്റ്റഡി നിങ്ങൾക്ക് മനസ്സിലായ? ഓക്കെ, ആർക്കെങ്കിലും സംശയം വല്ലതും ഉണ്ടാ? ഓക്കെ. ഇനി രണ്ടാമത്തെ കേസ് സ്റ്റഡി സൂറത്ത് തലാഖാണ്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട സൂറത്താണ് സൂറത്ത് തലാഖ്. ഇനി പല സംശയങ്ങളൊക്കെ വരും. ഇപ്പോൾ 65ാമത് സൂറത്ത്. സൂറത്ത് തലാഖിൽ മൊത്തം എത്ര ആയത്തുണ്ട്? സൂറത്ത് തലാഖിൽ മൊത്തം 12 ആയത്തുകളുണ്ട്. എത്രാമത് സൂറത്താണ്? സൂറത്ത് തലാഖ് എത്രാമത്തെ സൂറത്താണോ? 65. 65. ഓക്കെ, 65 സൂറത്ത്. ഓക്കെ. ഇനി തുടക്കം, യാ അയ്യുഹൻ നബിയു ഇദാ തല്ലഖ്തുമുൻ നിസാഅ ഫതല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിന്ന വഅഹ്സുൽ ഇദ്ദ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ ആയത്ത്. പിന്നെ രണ്ടാമത്തെ ആയത്ത് ഫൈദാ ബലഗ്ന അജലഹുന്ന ഫംസിക്കുഹുന്ന ബിമഅറൂഫിൻ ഔ ഫാരിഖൂഹുന്ന, രണ്ടാമത്തെ ആയത്ത്. ഓക്കെ. മൂന്നാമത്തെ ആയത്ത് വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബു വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. പിന്നെ നാലാമത്തെ ആയത്ത് വല്ലായി യസ്ന മിനൽ മഹീദി മിൻ നിസായിക്കും മിൻ അറത്തും. ഓക്കെ. അങ്ങനെ പറഞ്ഞു പോയിട്ട് അസ്കിനൂഹുന്ന മിൻ ഹൈസു സകൻതും വജൂദുക്കും വലാ തുദാറൂഹുന്ന ലി എന്താണ് തുലീഖു അലൈഹിന്ന എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ വരുന്ന ആയത്തുകൾ ആതാഹുല്ലാഹു ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ മാ ആതാഹ സയജഅലുല്ലാഹു ബഅദ ഉസ്രിൻ യുസ്റ.
കംപ്ലീറ്റ് തലാഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇനി 8ാമത്തെ ആയത്തിൽ വന്ന് നോക്കി നിങ്ങൾ. وكأي من قرية عتت عن أمر ربها ورسله فحاسبناها حسابا شديدا وعذبناها عذابا نكرا. എന്താ? തങ്ങളുടെ റബ്ബിൻ്റെയും അവൻ്റെ ദൂതന്മാരുടെയും കൽപ്പന ധിക്കരിച്ചു കളഞ്ഞ എത്രയെത്ര നാടുകൾ നാം അവയെ കർക്കശമായി വിചാരണ ചെയ്തു, കഠിനമായി ശിക്ഷിച്ചു. അങ്ങനെ അവ സ്വകർമ്മങ്ങളുടെ ദുഷ്ഫലം അനുഭവിച്ചു. അവരുടെ പര്യവസാനം നഷ്ടത്താൽ നഷ്ടമായി തീർന്നു. അള്ളാഹു പരത്തിൽ അവർക്കായി കൊടൂരമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനാൽ അള്ളാഹുവിനെ ഭയപ്പെടുവിൻ. ഓ വിശ്വാസികളായ ബുദ്ധിമാന്മാരെ, അള്ളാഹു നിങ്ങളിലേക്ക് ഒരു ഉത്ബോധനം ഇറക്കി തന്നിരിക്കുകയാണ്. പിന്നെ നിങ്ങളെ അള്ളാഹുവിൻ്റെ സുവ്യക്തമായ സന്മാർഗ സൂക്തങ്ങൾ ഓതി കേൾപ്പിക്കുന്ന ദൂതനെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരെ അദ്ദേഹം അന്ധകാരങ്ങളിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കാൻ, ആർ അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നുവോ അവനെ താഴ്ഭാഗങ്ങളിലൂടെ അരുവിലൊഴുകുന്ന ആരാമങ്ങളിൽ പ്രവേശിക്കുന്നതാകുന്നു. അവർ അതിൽ നിത്യവാസം ചെയ്യും. ഇങ്ങനെയുള്ളവനും വേണ്ടി അള്ളാഹു വിശിഷ്ടമായ വിഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്താ വെച്ചാൽ പറഞ്ഞത്? സ്വർഗത്തെ ഇത് തലാഖുമായിട്ട് ബന്ധം. തലാഖിന്റെ വിഷയം പറഞ്ഞുകൊടുത്ത് ഒരു ദേശത്തെ നശിപ്പിക്കുന്ന വിഷയത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്. ഒരു ദേശത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ ഇറക്കി കൊടുത്തതിനെ കുറിച്ചിട്ടാണ് അള്ളാഹു ഇവിടെ പറയണത്. തലാഖിന്റെ വിഷയം പറഞ്ഞുകൊടുത്ത് തലാഖിന്റെ വിഷയവും ഒരു പ്രദേശത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ശിക്ഷ ഇറക്കി കൊടുത്തതിനെ കുറിച്ചിട്ടും സ്വർഗത്തിലെ ആരാമങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് എന്ത് ബന്ധപ്പെടുള്ളത്? അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ആ അതിനുള്ള ഒരു മുന്നറിയിപ്പ്, അനുസരിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ആ എന്നിട്ടോ ആ സെക്ഷൻ അള്ളാഹു അവസാനിപ്പിക്കുന്നത് അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുന്ന യതനസ്സലുൽ അംറു ബൈനഹുന്ന ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവനാരോ അവനെത്ര അള്ളാഹു, ഭൂമിയിലും അവയെ പോലുള്ളതും സൃഷ്ടിച്ചവൻ, അവക്കിടയിൽ ശാസനം ഇറങ്ങുക ഉണ്ടായിരിക്കുന്നു. ഈ വൃത്താന്തം നിങ്ങളോട് പറയുന്നത് അതുവഴി അള്ളാഹു സകല സംഗതികൾക്കും കഴിവുറ്റവനെന്നും അള്ളാഹുവിൻ്റെ ജ്ഞാനം സകല കാര്യങ്ങളെയും വലയം ചെയ്തിരിക്കുന്നുവെന്നും നിങ്ങൾ അറിയേണ്ടതിനാകുന്നു. ഇതാണ് എൻഡിങ് ആയിട്ടുള്ള ആയത്ത്. അവസാനം ഇതെല്ലാം പറഞ്ഞു വെച്ചിട്ട് ആ സൂറത്ത് അവസാനിക്കുന്നത് ഈ ഒറ്റ ആയത്തിൻ്റെ മുകളിലാണ്. ഓക്കെ, അപ്പോൾ ഈ ആയത്തുകൾ എങ്ങനെയാണ് കണക്റ്റഡ്? വാട്ട്സ് ദ കണക്ഷൻ വിത്ത് ദീസ് ആയ ആൻഡ് ഡൈവേഴ്സ്? തലാഖും ഈ ആയത്തും എന്താ ബന്ധം? പൊട്ടെന്ന് അള്ളാഹു അനുവദിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും അള്ളാഹു അനുവദിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് തലാഖ്. അപ്പൊ അത് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയാമോ? ഓക്കെ, അത് കൈകാര്യം ചെയ്യുമ്പോൾ വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ ചെയ്തില്ലെങ്കിൽ അപ്പം നിങ്ങൾ ഓർത്തോളൂ, ദിസ് ഇസ് നോട്ട് സംതിങ് ടു പ്ലേ വിത്ത്. ഓക്കെ, എന്നാൽ നിർഭാഗ്യവശാൽ ഏറ്റവും മോശമായ രൂപത്തിൽ മുസ്ലിം ഉമ്മത്ത് കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ് തലാഖ്. തലാഖിൻ്റെ വിഷയം വരുമ്പോൾ അവിടെ ഒരു തരത്തിലുള്ള അള്ളാഹുവോ പ്രവാചകനോ ഒന്നും അവിടെ വരാറില്ല. ഓക്കെ, കല്യാണം തീരുമാനിച്ചിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ചെക്കനെ കുറിച്ചിട്ട് എന്തുമാത്രം നല്ല അഭിപ്രായങ്ങൾ അറിയാം. സംസാരിക്കുമ്പോൾ വായിൽ നിന്ന് തേനൊഴുകും. അതേപോലെ പെൺകുട്ടിനെ കുറിച്ച് പറയുമ്പോൾ, പെൺകുട്ടിൻ്റെ വീട്ടുകാരെ കുറിച്ച് പറയുമ്പോൾ ചെക്കൻ്റെ വീട്ടുകാർക്ക് ഇത്രമാത്രം മഹിമ എന്ന് പറഞ്ഞാൽ തീരില്ല. ഓളെക്കാട് നല്ലൊരു പെണ്ണ് ലോകത്തില്ലാത്ത പോലെയാണ് സംസാരം കാണുക. പക്ഷെ ഇതെങ്ങാനും ഡൈവേഴ്സിലേക്ക് എത്തിയാൽ പിന്നെ ആ നാട്ടിൽ ഇത്ര മോശം ചെക്കൻ വേറെയില്ല, ആ നാട്ടിൽ ഇത്ര മോശം സ്ത്രീയും കുടുംബവും വേറെയില്ല. അല്ലേ? ഇത്രയും കാലം എന്തൊക്കെ കുറ്റങ്ങളും കുറവുകളും രണ്ട് കുടുംബത്തിൻ്റെ അകത്ത് ഇരുന്ന കാര്യങ്ങളൊക്കെ നാട്ടിൽ മൊത്തം പാട്ടാവും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പിന്നീട് ആ ചെക്കനക്കോ ആ പെൺകുട്ടിക്കോ വീണ്ടും മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ആലോചന വന്നാൽ
അത് ആദ്യത്തെ കാര്യത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ കെട്ടിക്കട്ടണ്ട അല്ലെങ്കിൽ കെട്ടിക്കണ്ട എന്ന രൂപത്തിലേക്കുള്ള അഭിപ്രായത്തിലേക്ക് വരെ പോകുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് പൊതുവെ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതി. ഇതിൽ ഏറ്റവും രസകരം തരങ്ങൾക്ക് ഞാൻ സൂറത്തുൽ ബഖറയിൽ തലാഖിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വളരെ മനോഹരമായിട്ട് കണ്ടൊരു സംഗതി, സൂറത്തുൽ ബഖറയിലാണ് തലാഖിനെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ പരാമർശിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള പരാമർശം വരുന്നത് ഈ സൂറത്തിലാണ്, സൂറത്ത് തലാഖിൽ. അത് സൂറത്ത് തലാഖിൻ്റെ ആയത്തുകൾ നിങ്ങൾ സൂറത്തുൽ ബഖറയിൽ ഓതുകയാണെങ്കിൽ എല്ലാ ആയത്തിലും ഒരു സംഗതി കാണാം, ബിൽ മാറൂഫ് എന്നൊരു പ്രയോഗം കാണാം. അത് മാത്രമല്ല, എന്ത് സംഗതികൾ ചെയ്യുമ്പോഴും ഇത്തഖുല്ലാ നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കട്ട എന്ന് കാണാം. എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണ മനോഹരമായൊരു വർത്തമാനം. ഇത്രമാത്രം ഇത്തഖുല്ലാ എന്ന് ഞാൻ മറ്റൊരു വിഷയത്തിൽ ഞാൻ കണ്ടു ചേട്ടാ, എനിക്ക് അറിഞ്ഞോളഞ്ഞ് മറ്റുള്ള വിഷയത്തിൽ ഉണ്ടോന്നല്ല, പക്ഷേ എന്നെ പേഴ്സണലി ഐ ഹാവ് ഇൻ കം അക്രോസ്. തലാഖിൻ്റെ വിഷയം നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയക്കേണ്ടത്. കാരണം രണ്ട് ആളുകളുടെ, രണ്ട് കുടുംബങ്ങളുടെ വിഷയമാണിത്. അതങ്ങോട്ട് നാറ്റിച്ച് വെടക്കാക്കി നാട്ടുകാരുടെ മുമ്പിൽ എത്രമാത്രം മോശപരമായിട്ട് ചിത്രീകരിക്കാൻ പറ്റും എന്ന രൂപത്തിലുള്ള സംഗതിയാണ്. അത് എന്താന്ന് പറഞ്ഞാൽ, ഈ തലാക്ക് നടക്കുന്നത് എൻ്റെ മോളുടെ കുഴപ്പം കൊണ്ടല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളുടെ ഭാഗങ്ങളും, എൻ്റെ മോൻ്റെ പ്രശ്നമല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചെക്കൻ്റെ ഭാഗം തമ്മിലുള്ള മത്സരമാണ്. പക്ഷെ എന്താ ഉണ്ടാവുക? എത്രത്തോളം പവിത്രമായ രൂപത്തിലാണോ ഒരു നിക്കാഹ് നടക്കേണ്ടത്, അതിനേക്കാൾ പവിത്രമായ രൂപത്തിലാണ് വിശുദ്ധ ഖുർആന് തലാഖിനെ സമീപിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായി കൊണ്ട് ആ ഖുർആൻ പറയുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ലേ? മറ്റുള്ള മതങ്ങൾ നിർബന്ധിക്കുന്ന രൂപത്തിൽ. ഇപ്പോൾ ക്രൈസ്തവ മതത്തിലും അല്ലെങ്കിൽ ഹിന്ദു മതത്തിലും നിങ്ങൾക്ക് തലാഖിനെ ചിന്തിക്കാൻ പറ്റില്ല. കാലാകാലം കെട്ടി പെണ്ണുമായി ജീവിച്ചു പോവുക, വേറെ വർത്താനല്ല. അതിനിപ്പോൾ എത്ര മോശമാണെങ്കിലും. അതുകൊണ്ടാണല്ലോ ഹിന്ദു ആക്ട് പ്രകാരം നിങ്ങൾക്ക് രണ്ടാമത്തെ കല്യാണം കഴിക്കാൻ പറ്റാത്തത്. ആദ്യം ഇതിനെ ഒഴിവാക്കി പറ്റുള്ളൂ. പക്ഷേ ഇസ്ലാം അതിനൊക്കെ മനോഹരമായ രൂപത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞത്, രണ്ട് ആളുകളെ സൃഷ്ടിച്ച അള്ളാഹുവാണ്. രണ്ട് ആളുകൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ധ്രുവകൾ നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ്. അവർക്ക് പല പോരായ്മകളുണ്ടാവും, പല ചേർച്ച കുറവുകളുണ്ടാവും. എന്നാൽ ഒരുപാട് ഘടകങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കുകയും ചേർന്ന് പോകുന്ന വിഷയങ്ങളുണ്ടാവും. അപ്പോൾ ഇത് രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പൊരുത്തത്തോടും കൂടിയിട്ടും ഒത്തൊരുമയോട് വിട്ടുവീഴ്ചയുടെ കൂട്ടത്തിലൊക്കെ ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ഒരു നിലക്കും നിങ്ങൾ പോവില്ല. അവസാനം നിങ്ങളുടെ ജീവിതം ദുരിതമായി മാറുന്ന ഒരു ഘട്ടം എത്തുമ്പോൾ അള്ളാഹു പറയുന്ന അങ്ങനെ ഒരു കാര്യം ചെയ്തോളി, നിങ്ങൾ മാന്യമായിട്ട് പിരിഞ്ഞോളി. രണ്ട് കൂട്ടരും അങ്ങോട്ടും സലാം ചൊല്ലി പിരിഞ്ഞോളി. രണ്ട് കൂട്ടരും അപ്പുറത്ത് പോയിട്ട് വേറെ ലൈഫ് നിങ്ങൾ ജീവിച്ചോളി. അതിനുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് ഈ തലാഖ് എന്ന് പറയുന്നത്. അത് വളരെ ഖുർആന് വിഭാവന ചെയ്യുന്ന തലാഖ് എങ്ങനെ അറിയാം നിങ്ങൾക്ക്? ഇത്ര രൂപത്തിൽ, അതായത് രണ്ട് സുഹൃത്തുക്കൾ കുറേ കാലം ഒരുമിച്ച് ജീവിച്ചിട്ട്, നിങ്ങൾ ഈ ആലോചിച്ചു, നിങ്ങൾ രണ്ട് ആളുകൾ നമ്മൾ ഗൾഫിൽ വന്നിട്ട് ഇപ്പോൾ നമ്മൾ ഫാമിലികൾ ഷെയറിങ് ആയി താമസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഷെയറിങ് ആയി താമസിക്കുന്നുണ്ട്. ഒരു 10-15 കൊല്ലം രണ്ട് കുടുംബം തമ്മിൽ ഒരുമിച്ച് ഒത്തൊരുമയിൽ ഇങ്ങനെ ജീവിച്ച്, എന്നിട്ട് പിന്നീട് ഇപ്പോൾ ലെറ്റ്സ് അസ്യൂം ഒരു നോൺ കേരളൈറ്റും ഒരു കേരളൈറ്റ് ഫാമിലിയും, അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കേരളത്തിൽ നിന്നാകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് നാട്ടിൽ പോയി വീണ്ടും കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒരു നോർത്ത് ഇന്ത്യൻ ഫാമിലിയും ഒരു കേരള ഫാമിലിയും 10-15 കൊല്ലം ഒരുമിച്ച് ജീവിക്കുകയാണ് അവർ. എന്നിട്ട് രണ്ട് കൂട്ടരും കുവൈത്തിൽ ജോലിയൊക്കെ കഴിഞ്ഞ് അവസാനം അവർ കുവൈത്ത് കാലേക്ക് പോവുക. ആ കാലേക്ക് പോകുമ്പോൾ രണ്ട് കൂട്ടർക്കും അറിയാം, ഒരാൾ നോർത്ത് ഡൽഹിയിലാണ്, മറ്റാൾ എടുക്കുന്നത് കേരളത്തിലാണ്. എന്നും കാണാനുള്ള ഒരു ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ ആ സമയത്തൊരു പീരീഡ് ഉണ്ട്, വളരെയധികം സ്നേഹത്തോടു കൂടി കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടും, കാണാതിരിക്കൂല, നമ്മൾ ഒരുമിച്ച് 10-15 കൊല്ലം ഒരുമിച്ച് ജീവിച്ചല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് കെട്ടിപ്പിടിച്ച് കൈ കൊടുത്തുകൊണ്ട് പിരിയുന്ന രംഗമുണ്ട്. എന്നിട്ട് അവർ ഡൽഹിക്ക് പോയി, നിങ്ങൾ നാട്ടിലേക്കും വന്ന്, ഇനി ഏതെങ്കിലും ഒരു കാലത്ത് കണ്ടില്ലെങ്കിൽ ഇല്ല എന്നുള്ള അവസ്ഥയാണുള്ളത്. എങ്ങനെ ആയിരിക്കും ആ രണ്ട് കുടുംബങ്ങൾ പിരിഞ്ഞു പോവുക? വളരെ സ്നേഹത്തോടും പരസ്പരം ബന്ധങ്ങളൊക്കെ കീപ്പ് ചെയ്യുക, ഞങ്ങൾ ഇടക്ക് വിളിക്കിട്ട, നമ്മൾ ഇടക്ക്. അതെന്നത് മാത്രമല്ല, പിന്നീട് നിങ്ങളുടെ കൂട്ടരുടെ കല്യാണം ഉണ്ടെങ്കിൽ എങ്ങനെയും കൂടി എന്നിട്ട് നിങ്ങൾ ഡൽഹിക്ക് വിളിക്കുക, അല്ലെങ്കിൽ കത്തയക്കുക, ഒരു വാട്സപ്പിൽ കൂടെ സന്ദേശം, നിങ്ങൾ എന്തായാലും വരണട്ടാ, മോൻ്റെ കല്യാണമാണെന്നൊക്കെ പറയും. നിങ്ങൾ കുറേ എടുത്ത് നടന്ന മോനല്ലേ, അവനിപ്പോൾ മോളല്ലേ, അവളിപ്പോൾ കെട്ടുപ്രായം അയക്കണമെങ്കിൽ വരണം, അവരും അതുപോലെ വരാമെന്നൊക്കെ പറയും. ഇതുപോലെ തന്നെ അവിടുന്ന് ഇങ്ങോട്ടും വിളിച്ചു പറയും, മോളുടെ കല്യാണമാണ്, നിങ്ങൾ വരണ, നിങ്ങളും അങ്ങോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തും. അപ്പോൾ ആ ഒരു ഊഷ്മളമായ ഒരു ബന്ധമുണ്ടല്ലോ,
ആ ഒരു ബന്ധം നിങ്ങൾ വേർപെടുത്താതെ രണ്ട് ധ്രുവത്തിലേക്ക് പോയി കഴിഞ്ഞാലും എങ്ങനെയാണോ നിങ്ങൾ നിൽക്കുന്നത് അത് പ്രകാരമായിരിക്കണം നിങ്ങളുടെ തലാക്കുകൾ. വളരെ സിമ്പിളാണ്. ഭാര്യയും ഭർത്താവും പറയാതെ എടോ നമ്മൾ തമ്മിൽ ശരിയാവില്ലോടോ, നമ്മൾ കുറേ ശ്രമിച്ച് എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, എന്തപ്പം ചെയ്യുക, നിങ്ങളും അങ്ങനെയാണ്, നമ്മൾ ഒത്തുപോകില്ല, നമുക്കിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇല്ല, ഒരു കാര്യം ചെയ്യാം, എന്തിനാ നമ്മൾ ഈ ലൈഫ് ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ദേഷ്യം പിടിച്ച് മരമിച്ചുണ്ടാക്കി ഇങ്ങനെ ആയുസ് തള്ളി കാണും. നിങ്ങൾ കാര്യം ചെയ്യും, ഇൻഷാ അല്ലാ ഞാൻ വേറെയും പോവാ, ഇജ്ജ് വേറെയും പോയിക്കോ, നിങ്ങൾ ജീവിക്കും. നമ്മൾ വെറുതെ ഇങ്ങനെ ആയുസ്സുകാലം മുഴുവൻ അങ്ങനെ നിന്നിട്ട് കാര്യമില്ല. രണ്ട് കുടുംബങ്ങളും പ്രയാസപ്പെടുന്നത്, അതിനായിട്ട് മക്കൾ ബുദ്ധിമുട്ടുന്നത്, നമുക്ക് ഇങ്ങനെ ആവാം, ഇൻഷാ അല്ലാ വല്ലപ്പോഴും കണ്ടുമുട്ടും, നമുക്ക് കൂടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിരിയുന്ന രംഗം നനച്ചു നിങ്ങൾ. ആ ഒരു തീരുമാനം നിങ്ങൾ പേരൻസിനും അറിയിക്കുന്നു. അങ്ങനെ പേരൻസും അത് മനസ്സിലാക്കുന്നു. അപ്പോൾ മോനും മറ്റേതാണ് മരുമോളും മരുമകനും തമ്മിൽ നല്ലപോലെ ജീവിക്കാൻ അവർ അല്ലെങ്കിൽ മുന്നോട്ട് പോകില്ല എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയിൽ വാപ്പാരന്മാർ വന്നും കൂടി ചാടി കളിച്ചിട്ട് യാതൊരു കാര്യമില്ല. ജീവിക്കണത് മോനും മോളുമാണ്, രണ്ട് വ്യത്യസ്ത കുടുംബത്തിലെ ആളുകൾ. അവർ ഒരുമിച്ച് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കളിച്ചിട്ടും കാര്യമില്ല. നമ്മൾ ഈ കളി എന്തൊക്കെയാണെന്ന് അറിയോ? അപ്പോൾ ഒരു ഡിവോഴ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ വേഗം മനസ്സിൽ വരുന്നത് ഇവരെ എങ്ങനെയെങ്കിലും അങ്ങോട്ട് നന്നാക്കി കൊണ്ടുപോകണം എന്നാണ് ഫസ്റ്റ് വരുന്ന ചിന്ത. ആ ചിന്ത വരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലെന്ന് പറഞ്ഞാൽ നാട്ടുകാരെങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളതാണ്, വേറൊന്നുമല്ല. അതിന് മുമ്പിലത്തെ വിഷയമേ നാട്ടുകാർ അറിഞ്ഞാൽ ഇപ്പം എന്തൊക്കെ ഉണ്ടാവും. നമ്മൾ തലാക്കില്ലി കഴിഞ്ഞാൽ ഒരു ഡിവോഴ്സായ പെണ്ണല്ലേ, അതിന് പോൾക്കിഞ്ഞ് വേറെ ജീവിതം കിട്ടുമോ, ഇതൊക്കെയാണ് ചിന്ത. പക്ഷെ ആ ഭാഗം ചിന്തിക്കാതെ ഈ രണ്ട് മനുഷ്യന്മാർ തമ്മിൽ ഒത്തുപോകുന്നില്ല എങ്കിൽ അവർ സലാം ചൊല്ലി പിരിഞ്ഞോട്ടെ, എന്നിട്ട് അവർ വേറെ അങ്ങോട്ടും അപ്പുറത്തും ഇപ്പുറത്തും പോയി ജീവിച്ചോട്ടെ, അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ രണ്ട് പേരൻസും നമ്മൾ ചെയ്തു കൊടുക്കാം എന്ന രൂപത്തിൽ. എന്നിട്ടോ അത് കഴിഞ്ഞാൽ പോലും ഈ പേരൻസുകൾ തമ്മിൽ ബന്ധമുണ്ട്. ഒരു കാലത്ത് നിങ്ങളെ മോൾ എൻ്റെ വീട്ടിലായിരുന്നു, എൻ്റെ മോൻ നിങ്ങളെ വീട്ടിലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അവർ നമ്മൾ ചേർച്ചെന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ അടികൂടേണ്ട കാര്യമില്ലല്ലോ, രണ്ട് കുടുംബം തമ്മിൽ ഒരുമിച്ചല്ലേ. അപ്പോൾ പരസ്പരം ഇടക്ക് പോകുമ്പോൾ എന്താണ് അസ്സലാമു അലൈക്കും സുഖല്ലേ, അന്ന് വന്ന് കണ്ടുപോയി അപ്പർക്കുമാർക്കും അങ്ങോട്ടും കൊണ്ടും കാണണമെന്ന് പിടിക്കണമെന്ന് പ്രശ്നമൊന്നുമില്ലല്ലോ. ആ ഒരു രൂപത്തിൽ ഇതാരാണ്, ഇതിന് ആ മോളുടെ ആദ്യത്തെ മറ്റേ ഭർത്താവിൻ്റെ വീട്ടുകാരാണ്. അത് എത്ര സന്തോഷത്തോടുമാണ് ഒരു ആളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. നമ്മളെന്താ ചെയ്യുക, പരമാവധി അവരെ ഒഴിവാക്കുക ചെയ്യുക. ഇതിപ്പോൾ ആരെന്നാ പറയാ, എന്ത് ബന്ധം എന്നാ പറയാ, ഇതൊക്കെയാണ് നമ്മളെ മനസ്സിൽ ഓടുക. പക്ഷെ നമുക്ക് പറയാൻ പറ്റും, എൻ്റെ മോളെ ആദ്യം കെട്ടിയ അങ്ങോട്ടാണ്, അവിടുത്തെ വാപ്പിമ്മയാണ് ഇവർ, അതിന് തെറ്റെന്താണുള്ളത്? അത്ര ഊഷ്മളമായൊരു ബന്ധം കാത്തു സൂക്ഷിച്ചു കൊണ്ട് പോകേണ്ട ഒരു വിഷയമാണ് ഈ തലാക്ക്. അത് മാത്രമല്ല, വഴിയിൽ നിന്ന് എവിടെയെങ്കിലും ആദ്യത്തെ ഭാര്യ ആദ്യത്തെ ചെക്കനെ വഴി ഒരു മാർക്കറ്റിൽ കൊണ്ട് അസ്സലാമു അലൈക്കും, എന്താണ്ടോ സുഖം തന്നെയല്ലേ, ഇതാണ് നമ്മളെ പുതിയ ആളിട്ടാ, എൻ്റെ ഭർത്താവ് ഇതാ, അസ്സലാമു അലൈക്കും സുഖല്ലേ, എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഷാ അല്ലാ കാണല്ലേ, റാഹത്തൊക്കെ തന്നെയല്ലേ, സുഖത്തല്ലേ, ഇൻഷാ അല്ലാ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, നമുക്ക് സുഖമായി ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാർക്കറ്റ് വെച്ച് കണ്ട എന്നാൽ നമുക്ക് ചാടിച്ചു പോവാ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ഭർത്താവ് രണ്ടാമത്തെ ഭർത്താവ് ആദ്യത്തെ ഭാര്യ ഈ അപ്പുറം ഇപ്പുറം കൊണ്ട് ഒരു ചായ കുടിച്ചിട്ട് സലാം ചൊല്ലി കൊണ്ട് പിരിയുന്ന ഒരു രംഗം നിങ്ങൾ ആലോചിക്കുക, എത്ര മനോഹരമായിരിക്കും എന്നുള്ളത്. എത്ര അണ്ടർസ്റ്റാൻഡിങ് വേണം, എത്ര വിശാലത വേണം മനസ്സിന്. ആ ഒരു രംഗം ആലോചിക്കുക. നമ്മളെങ്ങനെയാണ് പിന്നെ അവനെ കണ്ട ഒറ്റ തിരിച്ചല്ല, അവനെ കണ്ടുടക്ക് ഇവിടെങ്ങനെയാണ് വേണ്ട, ഓൻ്റെ വർത്താനം പറയരുത്. പിന്നെ പറഞ്ഞ പിന്നെ വാപ്പിയമ്മ വന്നിട്ട് വാളൊക്കെ എടുത്ത് ഓൻ്റെ വർത്താട് മുണ്ടി പോകാൻ പറഞ്ഞു. ഓനാരാ പിന്നെ ഓനെ കുറിച്ചില്ലാത്തല്ലേ ഇപ്പുറത്തോ അമ്മാരി പെണ്ണ് ഇങ്ങനത്തെ പെണ്ണ് എന്തൊക്കെ എന്ത് കാര്യം ഇതൊക്കെ എവിടേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു തലാഖിൻ്റെ ഒരു രൂപം. അത് എങ്ങനെ ആയിരിക്കണം, ഖുർആൻ വിവാഹം ചെയ്യുന്ന തലാഖിനെ കുറിച്ചാണ് അപ്പോൾ ഞാൻ പറഞ്ഞത്. ഒന്നിപ്പോൾ നമ്മളെ നാട് നടക്കാട്ട് പോവില്ല, നമ്മളോട് ചെയ്യില്ല. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ പഠിക്കണം നമ്മൾ തന്നെ. നമ്മുടെ വീട്ടിലേക്ക് സംഗതി വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും സ്വഭാവം മാറും അല്ലേ, ഇതെന്നാ കോലം. അപ്പോൾ നിങ്ങൾ സമയം കിട്ടുമ്പോൾ സൂറത്തുൽ ബഖറയിൽ തലാഖിനെ കുറിച്ച് പറഞ്ഞ ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചോണം. ശരിക്കും നിങ്ങൾ വിറക്കും. ആ രൂപത്തിലാണ് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. എങ്ങനെ ചെയ്യണമെന്ന് അല്ല പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത്തഖുല്ലാ ബിൽ മാറൂഫ്, അതായത് നാട്ടിൽ അറിയപ്പെടുന്ന മാന്യമായ രൂപത്തിൽ ചെയ്യുക, ഇതിങ്ങനെ ആവർത്തിക്കുകയാണ്. മാന്യമായ രൂപത്തിൽ, അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ അറിയോ, ഒരു ഭാഗത്തൊരു പ്രയോഗമുണ്ട്, നിങ്ങൾ തമ്മിലുള്ള നന്മകളെ കുറിച്ച് നിങ്ങൾ ഓർക്കുക. സൂറത്തുൽ ബഖറ കാണാം. ഈ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വിഷയത്തിൽ ഒരു പറഞ്ഞ ഭാഗം അള്ളാഹു പറയാണ്, നിങ്ങൾ തമ്മിൽ പൊരുത്തമുള്ള ഒരുപാട് മേഖല ഉണ്ടായിരുന്നു, കുറേ കാലങ്ങൾ ഒരുമിച്ച് ജീവിച്ചവരല്ലേ, എന്നാൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചില ഭാഗത്ത് നിങ്ങൾക്കൊരു ഇഷ്ടവും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതെങ്കിലും നിങ്ങൾ ഓർക്ക്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ
ഒന്നല്ലെങ്കിൽ അനക്ക് ഇത്ര കാലം വെച്ച് വിളമ്പുണ്ടാക്കിയ പെണ്ണായല്ലേ ഓള്, അതൊന്നും ആ ഒരു നന്മ ഓർക്ക്. ഒന്നല്ലെങ്കിൽ അനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും വാങ്ങിത്തരികയും എന്നെ കൊണ്ടുനടക്കുകയും എന്നെ പരിപാലിക്കുകയോ എന്നെ പരിചരിക്കുകയോ ചെയ്ത ചങ്ങായിയല്ലേ ഇയാള്. ആ ഒരു നന്മകൾ നിങ്ങൾ ഓർക്ക് എന്ന് ഖുർആൻ എടുത്ത് പറയാം. എന്ന് പറഞ്ഞാൽ ഈ രണ്ടു കൂട്ടരും അപ്പാടെ മോശം എന്നല്ല, ചില ഗുണങ്ങൾ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഭർത്താവിനെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്, നിങ്ങളുടെ ഭാര്യ നന്നായി നോക്കിയിട്ടുണ്ട്, നിങ്ങൾ ഒരു ചില ഘട്ടങ്ങൾ നിങ്ങൾ തമ്മിൽ വളരെയധികം സ്നേഹം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ മക്കൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അവസ്ഥകളൊക്കെ നിങ്ങൾ ഒന്ന് പരിഗണിക്കണം. ഒരു നിലക്കും ലോകത്തുണ്ടായ ഏറ്റവും വലിയ വെടക്ക് പെണ്ണാണെന്ന രൂപത്തിൽ നീ പറയരുത്. ഈവൻ ലോകത്തുണ്ടായ ഏറ്റവും വലിയ വെടക്ക് മനുഷ്യന്ന് അങ്ങനത്തെ രീതി നിങ്ങൾ പോവരുത്. നിങ്ങൾ തമ്മിൽ നന്മകൾ ഉണ്ടായിട്ടുണ്ട്, ആ നന്മകൾ നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഗുണഭോക്താക്കൾ രണ്ടുപേരായിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് പരിഗണിക്കുക, അതൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കുക, എന്നിട്ട് വേണം ഓരോ തീരുമാനം എടുക്കാൻ എന്നൊക്കെ അള്ളാഹു പറയാം. പക്ഷേ ഈ തരത്തിലുള്ള ഒരു പരിഗണനക്കും നമ്മൾ കൊടുക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. അപ്പോൾ ഇങ്ങനത്തെ ഒരു തലാഖിൻ്റെ വിഷയം പറഞ്ഞുകൊടുത്ത് ഈ സൂറത്തിൽ അള്ളാഹു പറയാണ് എത്രയെത്ര മറ്റേ നാടുകളെ നാം ഇല്ലാതാക്കിയിട്ടുണ്ട്, ഉന്മൂലനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ നല്ലോണം ഓർത്തോളി സത്യവിശ്വാസികളെ. ഇതിനെ നിങ്ങൾ എത്ര പവിത്രമായ രൂപത്തിലാണോ നിങ്ങൾ നിക്കാഹിലൂടെ ഒരുമിച്ചത്, അതേ പവിത്രമായ അതേ രൂപത്തിലായിരിക്കും നിങ്ങൾ വേർപിരിയേണ്ടതും. മനസ്സിലാകുന്നില്ലേ? അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ നാടുകളെ എങ്ങനെയൊക്കെയാണോ അള്ളാഹു ഉന്മൂലനം ചെയ്തത് അതിനെക്കുറിച്ച് ഓർത്തോ. അതിനെക്കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ അന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സംഗതി ആ പവിത്രമായ രൂപത്തിൽ നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ ഈ നാടുകൾ ഞാൻ ഇല്ലാതാക്കിയ പോലെ നിങ്ങൾ ഞാൻ ഇല്ലാതാക്കൂട്ടെന്നാ. അതാണ് സംഗതി അല്ലേ? അപ്പോ മറ്റേ ഏറ്റവും പവിത്രമായ ഒരു ബന്ധമാണ് വിവാഹബന്ധം. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്മാർ സൃഷ്ടിച്ചപ്പോൾ ആദമിനെയും ഹവ്വാനെയും രണ്ടുണ്ടായിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ റിലേഷൻഷിപ്പ്. അത് മാത്രമല്ല ഈ ഭാര്യ ഭർത്ത ബന്ധമാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ബന്ധവും. ഈ ബന്ധത്തിൽ നിന്നാണ് ഒരുപാട് ബന്ധങ്ങൾ വേറെ ഉണ്ടാവുന്നത്. പണ്ട് ഒരു പരിപാടിയിൽ മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട്, അതായത് പിരിക്കാൻ പറ്റുന്ന ഒരു ബന്ധത്തിൽ നിന്നാണ് വേർപെടുത്താൻ പറ്റാത്ത ഒരുപാട് ബന്ധം ഉണ്ടായിട്ടുള്ളത്. ആലോചിക്കുക, ഭാര്യാഭർത്ത് ബന്ധം പറഞ്ഞാൽ തലാഖിൽ കഴിഞ്ഞാൽ രണ്ടും പിരിയും. പക്ഷേ ഈ ഭാര്യാഭർത്ത് ബന്ധം കൊണ്ട് ഉണ്ടാകുന്ന ഒരുപാട് ബന്ധങ്ങൾ പിരിക്കാൻ പറ്റില്ല. ഇപ്പൊ രണ്ട് മക്കള്, ആങ്ങളെ പെങ്ങള്, ആ ബന്ധം മുറിക്കാൻ പറ്റുമോ? വാപ്പയും ബന്ധം ഏർപ്പെടുത്താലും ആ ബന്ധം മുറിക്കാൻ പറ്റില്ല. അമ്മാസൻ അമ്മായമ്മ, ഭാര്യനെ നിങ്ങൾ ഇടപാട് തീർത്താൽ ശരി, ഭർത്താവിന് ഇടപാട് തീർത്താലും വരെ ആ പറയുന്ന ആളുടെ വാപ്പയും ഉമ്മയും നിങ്ങളുടെ വാപ്പയും തന്നെയാണ്. തൊട്ടാ ഒന്നും മുറിയില്ല, പരലോകം മുറിയില്ല എന്താ പറയാ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു ഭാര്യ ഉണ്ട്, ഞാൻ ആ ഭാര്യനെ ഒഴിവാക്കി, പക്ഷെ ആ ഭാര്യയുടെ ഉമ്മ ഏത് കാലത്തും എൻ്റെ ഉമ്മയാണ്. ഭാര്യ ഇടപാട് തീർത്താലും ആ ഭാര്യയുടെ മാതാവിനെ തൊട്ടാ എൻ്റെ ഒന്നും മുറിയില്ല. മാത്രമല്ല ഞാൻ എൻ്റെ ഭാര്യ ഇടപാട് തീർത്ത് എന്ന് വെച്ചിട്ട് ആ ഭാര്യയുടെ മാതാവിനെ എനിക്ക് വിവാഹം ചെയ്യാൻ പറ്റില്ല, ഹറാമാ. ഒന്ന് ആലോചിക്കുക നിങ്ങൾ. മുറിക്കപ്പെട്ട രണ്ട് ബന്ധങ്ങളിൽ നിന്നാണ് ഒരിക്കലും മുറിയാത്ത ബന്ധങ്ങൾ വേറെ ഉണ്ടാവണത്. ആലോചിക്കണ്ട, വല്ലാത്തൊരു ബന്ധമല്ലത്. അപ്പൊ ഇതാണ് അതിൻ്റെ കാതല്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലെ ഫണ്ടമെന്റൽ പഠിപ്പിക്കുകയാണ്. ആ ബന്ധത്തെ നിങ്ങൾ ഒരു സേക്രഡ് ബന്ധമായിട്ട്, മീസാക്കൻ ഖലീല, അതുമായിട്ട് നിങ്ങൾക്ക് അതിനെ എങ്ങനെയാണോ ആ ബന്ധത്തിലേക്ക് നിങ്ങൾ ഏർപ്പെട്ടത് അതേ ബന്ധം മുറിച്ചു മാറ്റുമ്പോഴും ഇതേ പവിത്രത നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ കാത്തു സൂക്ഷിച്ചില്ല എങ്കിൽ ഈ കാണുന്ന പ്രദേശങ്ങളൊക്കെ അള്ളാഹു എങ്ങനെയാണ് ഉന്മൂലനം ചെയ്തതുപോലെ നിങ്ങൾക്കും ആവും. അപ്പോൾ ഈ കാണുന്ന മറ്റേ നേഷൻസൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഉന്മൂലനം ചെയ്യാനുള്ള കാരണം എന്താ? അവർ അള്ളാഹുവിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടാണ്. ദ റിബിൾഡ് അഗെയിൻസ്റ്റ് അല്ലാഹ്. അപ്പോൾ അള്ളാഹു പറയണത് ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു കാര്യം ഒരു ചെറിയ സംഗതിയല്ല. അപ്പോൾ ഒരു പ്രദേശം നശിപ്പിക്കപ്പെടാനുള്ള കാരണം എന്താണ്? അള്ളാഹുവിനോട് ധിക്കാരമാണ്. അങ്ങനെ നിങ്ങൾ നശിപ്പിക്കപ്പെടാനുള്ള കാരണം ഇത് മതി. അപ്പം നിങ്ങൾ ഡിവോഴ്സ് നിങ്ങൾ ആ ഒരു രൂപത്തിൽ പവിത്രത നിങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല എങ്കിൽ അള്ളാഹു നിങ്ങളെ വെറുതെ വിടൂല. അപ്പോൾ
ഡിവോഴ്സിനെ നിങ്ങൾ പ്രിസ്ക്രൈബ്ഡ് മാനർ, അള്ളാഹു എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ നിങ്ങൾ ചെയ്യണം. ഓക്കെ, അതായത് മറ്റേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചേർന്ന ബന്ധം മുറിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞ പ്രകാരമായിരിക്കണം. ഗർഭിണിയായിട്ടുള്ള ഭാര്യമാർക്ക് അവരുടെ അവകാശങ്ങൾ വെച്ചു കൊടുക്കണം. ഏത് ഈ പറയുന്ന വിവാഹ മോചന സമയത്ത്, തലാഖിൻ്റെ സമയത്ത് ഇద్దടെ വിഷയത്തിൽ നിങ്ങൾ പരിഗണിക്കണം ചെയ്യണം. അവളുടെ മാനസികമായ അവസ്ഥയെക്കുറിച്ചുള്ള പരിഗണന കൊടുക്കണം. ഫിസിക്കലായിട്ടുള്ള സംഗതികൾ, ഇമോഷണൽ ടോർച്ചർ, ഫിസിക്കൽ ടോർച്ചർ, ഈ വക സംഗതികളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുപോലെ തന്നെ മറ്റേ നമ്മുടെ നാവ് കൊണ്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, ഇതൊന്നും നിങ്ങൾ ആ പറഞ്ഞ പ്രകാരം കൈകാര്യം ചെയ്തില്ല എങ്കിൽ ഇത് നിങ്ങൾ അള്ളാഹുവിന് എതിരെ ചെയ്തിട്ടുള്ള റിബലിയൻ, നിങ്ങൾ അള്ളാഹുവിനെ എതിരെ പ്രവർത്തിച്ച പ്രവർത്തനമായിട്ട് അള്ളാഹു അത് പരിഗണിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, അതിൻ്റെ അടിസ്ഥാനത്തിൽ നാടുകളെ ഇല്ലാതാക്കിയതുപോലെ അള്ളാഹു നിങ്ങളെയും കൈകാര്യം ചെയ്യും. അത് ചെറിയ സംഗതിയല്ല. അതാണ് ആ വാണിങ്. ഇറ്റ് ഇസ് നോട്ട് എ സ്മോൾ തിങ്. യു ബെറ്റർ ബി കെയർഫുൾ. ഓക്കെ, അപ്പോൾ ആ ജനങ്ങളെ അള്ളാഹു എങ്ങനെയാണോ ഇല്ലാതാക്കിയതുപോലെ നിങ്ങൾ സൂക്ഷിക്കുക. ഇവിടെയാണ് അള്ളാഹു പറഞ്ഞത് ഫത്തഖുല്ലാ. ഈ ഒരു സംഗതി നിങ്ങൾ നന്നായി മനസ്സിലാക്കുക. ഇത്തഖുല്ലാ. എന്നിട്ടോ ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബ് എന്നാ പറഞ്ഞത്. ഉലിൽ അൽബാബ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബുദ്ധിശേഷിയുള്ള ജനമേ, കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുന്ന ആളുകളെ, നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് നന്നായിട്ട് ആയിട്ടോളി. മറ്റെല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ട്. തലാഖിൻ്റെ വിഷയത്തിൽ നിങ്ങൾ അതിൻ്റെ പരിപൂർണമായിട്ടുള്ള പവിത്രതയോട് കൂടിയിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്തില്ല എങ്കിൽ നിങ്ങൾ അവസ്ഥ ധരിക്കില്ല. മനസ്സിലാവുന്നില്ല? അപ്പോൾ മറ്റെന്താണ്, അള്ളാഹു എങ്ങനെയാണോ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചത് അപ്രകാരമായിരിക്കണം ഈ വിഷയത്തെ നിങ്ങൾ കൈകാര്യം ചെയ്യണത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ മനോഹരമായ വർത്താനം പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. എന്തറിയോ? ഖദ് അൻസലല്ലാഹു ഇലൈക്കും ദിക്റാ. എന്താണ്? അള്ളാഹു നിങ്ങൾക്ക് ദിക്റുകൾ അള്ളാഹു ഇറക്കി തന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ അള്ളാഹു പറയുന്ന പല പട്ടണങ്ങളെയും പല നാടുകൾ അള്ളാഹു നശിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ നശിപ്പിക്കപ്പെട്ട ആളുകളൊക്കെ ഇതൊക്കെ അള്ളാഹുവിനെ വിശ്വസിച്ചവരായിരുന്നോ അതോ അള്ളാഹുവിനോട് വിശ്വസിക്കാത്ത ആളുകളായിരുന്നു? ആരായിരുന്നു? വിശ്വസിക്കാത്തവരെ. ഓക്കെ, ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല ആദ് നശിപ്പിക്കപ്പെട്ടു, സമൂദ് നശിപ്പിക്കപ്പെട്ടു, ഫിർഔൻ നശിപ്പിക്കപ്പെട്ടു. ഇത് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഉദാഹരണങ്ങൾ ആർക്ക് വേണ്ടി അള്ളാഹു പറഞ്ഞത്? അതായത് ഒരു നാടിനെ നശിപ്പിച്ച കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആദിനെ ഞാൻ കൈകാര്യം ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? സമൂദിനെ ഞാൻ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ലൂത്ത് അലൈഹി ഇസ്ലാമിൻ്റെ ആളുകളെ ജനത ഞാൻ കൈകാര്യം നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഫിറഔനെ ഞാൻ മുക്കിക്കൊന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇത് ആരോടെയും പറഞ്ഞത്? വിശ്വാസികൾ. വിശ്വാസികളോട് പറഞ്ഞില്ല. ഖുർആനൊരു ഉദാഹരണമായിട്ട് പറയാണ്. ഓരോ നാടിനെ ഉന്മൂലനം ചെയ്ത കാര്യങ്ങൾ. ആരാ പറഞ്ഞു? ഇടയ്ക്ക് ഒരു അശരീരി കേട്ടു. ഓക്കെ, അപ്പോ ഈ നാടുകളെ നശിപ്പിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഖുർആൻ പറയുമ്പോൾ ഇത് ആർക്കാണ്? ഇത് ഒരു അത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളോട്, അവരോട് ദീൻ പ്രചരിപ്പിക്കുമ്പോൾ അവരെ എതിർക്കുമ്പോൾ അവർക്ക് സാമ്പിൾ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ് മുമ്പ് സംഭവിച്ചത്. ആ ആളുകൾ ആരായിരുന്നു? അവിടുത്തെ പ്രമാണികളും എവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ അഭിസംബോധന ഖുറൈശ് ചെയ്തത്. പറഞ്ഞു? ആരാ ഖുറൈശ് പറഞ്ഞത്? ആരാ ഖുറൈശ് പറഞ്ഞത്? പറഞ്ഞ ആൾക്കാരെ കാണില്ല, മുങ്ങിയ ഖുറൈശികൾക്കാണ്. അതായത് ഖുറൈശികളോടാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. ഫിറഔനെ കണ്ടില്ലേ, ആദിനെ കണ്ടില്ലേ? എന്താ പറയുന്ന അർത്ഥം? എന്താ? ഖുറൈശികളോട് പറയാണ്, നിങ്ങൾ വിചാരിക്കും നിങ്ങൾ അതിശക്തന്മാരാന്നുള്ളത്, പക്ഷെ നിങ്ങളങ്ങാട്ടൊക്കെ വലിയ വലിയ കൊമ്പന്മാരെ ഞാൻ ഇല്ലാതാക്കിട്ടോ, കളിക്കാൻ നിൽക്കണ്ടാന്ന്. അത് പറയുന്നത് ഖുറൈശികളോടാ, അല്ലേ? അപ്പോ എന്താണ് മറ്റേ അള്ളാഹു സുബ്ഹാനഹു തആല മറ്റേ സത്യവിശ്വാസി നോക്കിക്കൊണ്ടല്ല അള്ളാഹ് പറഞ്ഞത്. ആദിനെ ഞാൻ ഇല്ലാതാക്കി, സമൂദിനെ ഇല്ലാതാക്കി, ഫിറഔനെ ഇല്ലാതാക്കി എന്നുള്ളതും സത്യവിശ്വാസം നോക്കിക്കൊണ്ടല്ല അള്ളാഹ് പറഞ്ഞത്. പക്ഷേ ഖുറൈശികളെ നോക്കിക്കൊണ്ടും പ്രവാചകനക്ക് പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ള ആൾ നോക്കിയിട്ടാണ്. ഒരു ഘട്ടത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, ഖുറൈശികൾ വല്ലാതെ അങ്ങോട്ട് പോയിട്ട് പ്രവാചകനെ അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് ആക്രമിച്ചപ്പോൾ അള്ളാഹ് പറയുന്നുണ്ട്, ഫിറഔനെ ഞാൻ ഇല്ലാതാക്കി ഓർമ്മ ഉണ്ടാകുന്ന നോക്കും. പെട്ടെന്ന് സ്വിച്ച് ഉണ്ട്, ഖുർആനിൽ കാണാം. അതായത് അള്ളാഹു പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ
ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരിയും തെമ്മാടിയായിരുന്നു കുറെ മറ്റേ ആര് ഫിറൗന്. ആ ഫിറൗനെ പോലും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. എന്നിട്ടാണോ നിങ്ങളുടെ കാര്യം? അപ്പൊ നിങ്ങളൊക്കെ ഫിറൗന്റെ മുമ്പിൽ വെറും പുഴുക്കൾ മാത്രമാണ്. ഫിറൗന്റെ ധിക്കാരവും ഫിറൗന്റെ പ്രവൃത്തി വെച്ച് നോക്കുകയാണെങ്കിൽ കുറേശ്ശികളെ നിങ്ങളുടെ ധിക്കാരവും നിങ്ങൾ കാണിക്കുന്ന പ്രവർത്തനമൊക്കെ വളരെ നിസ്സാരമാണ് എനിക്ക്. അപ്പൊ അത്ര വലിയ ശക്തനായിട്ടുള്ള മറ്റേ ഫിറൗനെ എനിക്ക് ഇല്ലായ്മ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്നൊരു വിഷയമല്ല. അതുകൊണ്ട് പ്രവാചകനായിട്ട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിച്ചോട്ടാ. വെറുതെ എന്താണ് നിങ്ങളെ വെറുതെ വിടുചേട്ടാ. എന്നിട്ടുള്ള വാണിംഗ് അള്ളാഹു സുബ്ഹാനഹു തആല കൊടുക്കുന്നത് ആർക്കാണ്? ഇതൊക്കെ കൊടുക്കുന്നത് ഖുറൈശികൾക്കാ. മനസ്സിലാകുന്നല്ലേ? പക്ഷെ ഈ സൂറത്തിൽ അള്ളാഹു എന്താ ചെയ്യണത്? ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബില്ലദീന ആമനൂ. ആരോടെ പറഞ്ഞറിയോ? ഉലിൽ അൽബാബിൽ അല്ലദീന ആമനൂ, വിശ്വസിച്ചവരിൽ ചിന്തിക്കുന്ന ആളുകളോട് അല്ല പറഞ്ഞത്. എന്ന് പറഞ്ഞാല് ഖദ് അൻസല അല്ലാഹു ഇലൈക്കും ദിക്റ, സത്യവിശ്വാസികളായ ആളുകളിലെ അത്യാവശ്യം സാമാന്യമായിട്ട് ചിന്തിക്കാനും ഗ്രഹിക്കാനും പറ്റുന്ന ആളുകളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് ഖദ് അൻസല അല്ലാഹു ഇലൈക്കും ദിക്റ. നിങ്ങൾക്ക് ദിക്ർ വന്നിട്ടുള്ളത് അള്ളാഹു ആക്കി തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാല് നിങ്ങളെ അള്ളാഹു സുബ്ഹാനഹു തആല സത്യവിശ്വാസികളായ ആളുകളെ അള്ളാഹു ഉന്മൂലനം ചെയ്യും. നിങ്ങൾ ഷിർക്ക് ചെയ്തുകൊണ്ടോ കുഫ്ർ ചെയ്തുകൊണ്ടല്ല. പക്ഷേ അള്ളാഹുവിൻ്റെ കെലിമത്തുകളെ വിവാഹം മറ്റേ മോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ വേണ്ട അള്ളാഹു പറഞ്ഞ പ്രകാരം എല്ലാം നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടലട്ടാന്ന്. ഇവിടെ താക്കീത് വിശ്വാസികളോടാ, അല്ലാതെ മറ്റേ കുഫ്രും മറ്റേ ഷിർക്കും ചെയ്തവരല്ല. അവരെ വേറെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ശക്തമായ ഭാഷയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് അത് ആരോടെ പറയാതെ ഏറ്റവും രസത സത്യവിശ്വാസികളായ ആളുകളുടെ ഇടയിൽ ചിന്തിക്കാൻ ശേഷിയുള്ളവരോട്. എന്ന് പറഞ്ഞാൽ ഒരു വിവാഹമോചന വിഷയം വന്നു കഴിഞ്ഞാൽ ആരിടപെടല്? ആ നാട്ടിലെ ഖാദിമാരും പ്രമാണിമാരും നേതാക്കന്മാർക്കാരാണ് ഇടപെടല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇടയിൽ കുറച്ചും കൂടിയും കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്നവരും ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നവരും സമൂഹത്തിൽ ചില സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ആളുകളൊക്കെയാണ് നമ്മൾ പൊതുവെ ഇത്രയും കാര്യങ്ങൾക്ക് വിളിക്കുക. അവരോടാ പറഞ്ഞത് കൈകാര്യം ചെയ്യുമ്പോൾ നോക്കി കൈകാര്യം, ഇല്ലെങ്കിലുള്ള വെറുതെ വിടലിട്ടാന്ന്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിങ്ങൾ ധിക്കരിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അമ്ര് വരുന്നത് മുകളിൽ തന്നെയാണ്, ഈ അമ്ര് വരുന്നത് അള്ളാഹു തന്നെയാണ്. എന്ന് പറഞ്ഞാൽ വിവാഹം നടക്കുന്നതും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ്, വിവാഹ മോചനം നടക്കുന്നതും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ്. മനസ്സിലായിട്ടുണ്ടാ? രണ്ടുപേര് നമ്മൾ ചേരുക എന്ന കൽപ്പന വരുന്ന ദിക്ർ വരുന്ന അള്ളാഹുവിൽ നിന്നാണ്. അതേ പ്രകാരം തന്നെയാണ് രണ്ടുപേര് തമ്മിൽ വിഭജിക്കുക എന്നുള്ളതും കൽപ്പന വരുന്ന അള്ളാഹുവിൽ നിന്നാണ്. ഇത് രണ്ടും അള്ളാഹുവിൽ നിന്ന് വരുന്നത് കൊണ്ട് ആ അള്ളാഹുവിൻ്റെ കൽപ്പന നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷ്മത പുലർത്തില്ല എങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ആറ് സമൂഹത്തെയും സമൂഹ ഗോത്രത്തെയും ഫിറൗനെയും ഇല്ലായ്മ ചെയ്തതുപോലെ നിങ്ങളെ ഞാൻ കൈകാര്യം ചെയ്യട്ടാന്ന് അള്ളാഹ് കണിശമായിട്ട് പറയാം. ഇതെവിടെ? തലാഖിൻ്റെ വിഷയത്തിൽ. അപ്പോൾ എത്രമാത്രം നമ്മൾ തലാഖിൻ്റെ വിഷയം കൈകാര്യം എത്രമാത്രം നമ്മൾ ഭയക്കണം. ഇത് വെറും ഒരു 3 തലാഖ് പറഞ്ഞ വിഷയമല്ല. അത് ശരിക്ക് പഠിച്ച് വേണ്ട രൂപത്തിൽ മനോഹരമായ രൂപത്തിൽ രണ്ട് കൂട്ടർക്കും ഒരു തരത്തിലുള്ള മാനസികമായിട്ടോ സാമ്പത്തികമായിട്ടോ ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടാവും. പക്ഷെ രണ്ട് കൂട്ടർ അത് അവർ സ്വമേധയാ തീരുമാനിക്കുമ്പോൾ അത്ര വലിയ പ്രശ്നമില്ല. പക്ഷെ ആ സമയത്ത് വേണ്ടാത്ത വഴക്കും വക്കാളം തല്ലും വർത്താനൊക്കെ കൂടി ആ വൃത്തികെട്ട രൂപത്തിൽ പിരിയുമ്പോഴാണ് ഏതൊരു കൂട്ടർക്ക് മാനസികമായുള്ള പ്രയാസം ഉണ്ടാവും. അപ്പോഴൊക്കെയാണ് ഈ പറഞ്ഞ പല മാനസിക പ്രശ്നങ്ങൾ, ഇമോഷണൽ ഇൻസെക്യൂരിറ്റീസ് പലതൊക്കെ ഉണ്ടാവുന്നത്. അത് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു ഖദ് അഹ്സനല്ലാഹു ലഹു റിസ്ഖാന്ന്. അതാവുന്നല്ല ബാക്കിയുള്ള ആയത്ത് പറഞ്ഞത് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നത് എന്ന വിഷയത്തെ കുറിച്ചിട്ടാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ് ഖദ് അഹ്സനല്ലാഹു ലഹു റിസ്ഖ, ഇങ്ങനെയുള്ളവന് വേണ്ടി അള്ളാഹു വിശിഷ്ടമായ വിഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. ഇത് ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്? എന്താണ് ഇത് പറഞ്ഞ കാര്യം? ഒരു വിവാഹമോചനം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ നടക്കുക? റിസ്ക് എന്ന് പറഞ്ഞ സംഗതി വിഭജിക്കപ്പെടുന്നുണ്ട് അല്ലേ? റിസ്ക് എന്ന് പറഞ്ഞാൽ വെറും അന്നം മാത്രമല്ല, മനുഷ്യന്റെ എല്ലാ സംവിധാനങ്ങളും റിസ്ക്കാണ്. മക്കള് നിങ്ങൾക്ക് റിസ്ക്കാണ്.
നിങ്ങളുടെ ഭവനങ്ങൾ നിങ്ങളുടെ റിസ്ക്കാണ്. നിങ്ങൾ കഴിക്കുന്ന ആഹാരം നിങ്ങളുടെ റിസ്ക്കാണ്. നിങ്ങളുടെ സാമ്പത്തിക ശേഷി നിങ്ങളുടെ റിസ്ക്കാണ്. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ നിങ്ങളുടെ റിസ്ക്കാണ്. നിങ്ങളുടെ നാട്ടിലത്തെ നിങ്ങളുടെ അവസ്ഥകൾ നിങ്ങളുടെ റിസ്ക്കാണ്. ഇതൊക്കെ റിസ്ക്കാണ്. അപ്പൊ ആ റിസ്ക് വിഭജിക്കപ്പെടുന്നുണ്ട്. ഒരു വിവാഹ മോചനം നടക്കുമ്പോൾ അല്ല പറയാണ് ഖദ് അഹ്സനല്ലാഹു ലഹു റിസ്ക, നിങ്ങളെ റിസ്ക് അള്ളാഹു വിശിഷ്ടമായ വിഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബേജാറാവണ്ട. ഒരു സ്ത്രീ വിവാഹമോചനം ചെയ്തു എന്നതിന്റെ പേരിൽ നീ പ്രയാസപ്പെടുന്നില്ല. റിസ്ക് വരുന്ന അള്ളാഹു എന്നാണ്. മനസ്സിലാവുന്നുണ്ടാ? എന്നിട്ട് പറയാണ് അല്ലദീ ഖലഖ സബഅ സമാവാത്തിൻ മിനൽ അർളി വമിസ്ലഹുന്ന യതനസ്സലു അൽ അംറു ബൈനഹുന്ന. ആകാശം ഭൂമിയും സൃഷ്ടിച്ച അള്ളാഹുവാണ്. ആ അള്ളാഹുവിന്റെ കയ്യിലുള്ള വിഭവശേഷിയെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും സംശയപ്പെടണ്ട. ഈ ഒരു പുരുഷൻ എൻ്റെ ജീവിതത്തിന് പോയി എന്ന് വെച്ചുകൊണ്ട് ഞാൻ തെണ്ടേണ്ട ഗതി എനിക്കുണ്ടാവൂല. അതിനേക്കാൾ നല്ല റിസ്ക് അള്ളാഹു എനിക്ക് തരുമെന്ന് അള്ള സമാധാനിപ്പിക്കുകയാണ് ഇവിടെ. പക്ഷെ എത്ര സ്ത്രീകൾ ആ സമാധാനം ഉൾക്കൊള്ളാറുണ്ടെന്നുള്ളതാണ് ഏറ്റവും രസം. നമ്മളത് ഉൾക്കൊള്ളൂല. നമ്മൾ വേറെന്താ, ഒട്ടുമിക്ക കുറേ സ്ത്രീകൾ ചില ദുരിതമായ ജീവിതം സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒറ്റ കാരണം, ഇന്ന ഇടപാടെടുത്ത് കഴിഞ്ഞ് പിന്നെ ആരാ കെട്ടാൻ വരിക, ഇന്ന ആരാ നോക്കുക, ഞാൻ എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും ഒരു ഭാരമാവൂലേ, അല്ലെങ്കിൽ എൻ്റെ ആങ്ങൾക്ക് ഞാൻ ഭാരമാവൂലേ, എന്നിട്ട് ആങ്ങളുടെ മാരുടെ മോന്ത ഞാൻ കാണ്ടി വരും, അവർക്കും നല്ലത് വേണ്ട, ആട്ടും ഉപ്പും കിട്ടിയാലും വേണ്ട, മൂപ്പര അണ്ടറിൽ ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഇല്ലേ? അപ്പൊ അല്ല പറയണം അതൊന്നും ബേജാറല്ല, ഡോണ്ട് വെറി, റിസ്ക് വരുന്ന അള്ളാഹുവിൽ നിന്നാണ്. ഈ ഒരു മനുഷ്യൻ മാത്രമല്ല നിങ്ങൾക്ക് റിസ്ക് ഉള്ളത്, ഈ മനുഷ്യനെയും അന്നയും തിന്നാൻ തന്നെ അള്ളാഹു. ആ ആയത്തങ്ങൾ നേരത്തെ പഠിച്ചാലേ നമ്മൾ തുടക്കത്തിൽ. അതുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, ആ കാര്യത്തിൽ ബേജാറാകേണ്ടതില്ല. ഓക്കെ. അപ്പൊ ആളുകൾ പറയാറുണ്ട് വിവാഹങ്ങൾ നടക്കുന്നത് സ്വർഗത്തിലാന്നല്ല. പക്ഷെ വിവാഹങ്ങൾ മാത്രമല്ല, വിവാഹം മോചനം നടക്കുന്ന സ്വർഗത്തിലാണ്. രണ്ട് മത്താണ്. എന്ന് വെച്ചാൽ രണ്ട് പേര് തമ്മിൽ ഒരുമിച്ച് വരുന്ന അള്ളാഹുവിൻ്റെ വിധി പ്രകാരമാണ്. ആ രണ്ട് പേര് വേർപെട്ടു പോകുന്നതും അള്ളാഹുവിൻ്റെ വിധി പ്രകാരമാണ്. എന്നിട്ടോ അള്ളാഹു പറയാണ് ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു സകല സംഗതികൾക്കും കഴിവുറ്റവനെന്ന് നിങ്ങൾ അറിയേണ്ടതിനാകുന്നു എന്ന്. അല്ലേ? ഖദർ എന്ന് പറയാൻ എന്താ? ഖദർ എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിലേക്ക് ഒരു ലിമിറ്റ് വെക്കുന്നതാണ് ഖദർ എന്ന് പറയാം. അപ്പോൾ ചില തീരുമാനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വരുമ്പോൾ നിങ്ങളെ അള്ളാഹു ഓർമ്മപ്പെടുത്താണ്, ഒരു സംഗതികളും അക്കാലത്തേക്ക് ഉണ്ടാവുന്നില്ല. എല്ലാ സംഗതിക്കും ഒരു ലിമിറ്റ് ഉണ്ട്. ചില വിവാഹങ്ങൾക്ക് ഒരു പരിധി ഉണ്ട്, അത് കഴിഞ്ഞാൽ വിവാഹബന്ധം മുറിയേണ്ടതാണ്. ചില ജീവന് ഒരു പരിധി ഉണ്ട്, ആ പരിധി കഴിഞ്ഞാൽ ജീവൻ മരണപ്പെട്ടു പോകും. ഓക്കെ. അപ്പോൾ ഒരിക്കലും മനസ്സിലാക്കി വെക്കണ്ട വിവാഹബന്ധം എന്ന എക്കാലത്തേക്കുമുള്ള സംഗതി ആദ്യം വിചാരിച്ചു വെക്കണ്ട. ചില സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ തീരുമാനം വേറെയും ആവാറുണ്ട്. ഓക്കെ. ഇനി വേറെ സംഗതി ഉണ്ട്. ചില ആളുകൾ ചോദിക്കാറുണ്ട് ഇതൊക്കെ അള്ളാഹു നേരത്തെ അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്തിനാണ് ഈ മനുഷ്യനെ ആദ്യത്തെ തന്നെ കല്യാണം കഴിക്കുന്നത്? 10-15 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ വിവാഹബന്ധം വേർപ്പെടുത്തേണ്ടവരാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഇയാളെ കെട്ടണ കാര്യമില്ലല്ലോ. അങ്ങനെ ആലോചിച്ചൂടെ? അങ്ങനത്തെവർക്കുള്ള ഉത്തരവാണല്ലോ പറഞ്ഞു അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ, അള്ളാഹുവിൻ്റെ ജ്ഞാനം സകല കാര്യങ്ങളെയും വലയം ചെയ്തിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് 10-15 കൊല്ലത്തേക്ക് ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നല്ലതാണെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ 15 വർഷം വിവാഹിതയായി ജീവിച്ചത്. ഇവിടെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് റിസ്ക് കിട്ടേണ്ടത് ഇന്ന ആൾക്കെന്നാണ്. ഇവിടെ വെച്ചുകൊണ്ട് ഈ ഒരു ഖദർ കഴിഞ്ഞാൽ നിങ്ങളെ റിസ്ക് വിഭജിക്കപ്പെടും. അത് പിന്നീട് വേറെ ഭാഗത്താണ്. ഇതൊക്കെ അള്ളാഹുവിന് തീരുമാനപ്രകാരം നടക്കുന്ന സംഗതിയാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങളെ അന്ധകാരത്ത് നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന വിഷയത്തെക്കുറിച്ചൊരു പരാമർശം വരാനുള്ള കാരണം ഇതാണ് കേട്ടാ. ഇതാണ് സൂറത്ത് തലാഖിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം. ഇതോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. ഇനി അടുത്ത ഭാഗം തുടങ്ങിയാൽ അത് പറയണമെങ്കിൽ 3/4 മണിക്കൂർ വേറെ വേണം. ഇനി അടുത്ത നമ്മൾ സൂറത്തുൽ ഖിയാമയാണ് കേട്ടാ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായപ്പോൾ സൂറത്തുൽ അബസ നമ്മൾ കൈകാര്യം ചെയ്തു, സൂറത്ത് തലാഖും കൈകാര്യം ചെയ്തു. ഇതിൽ വല്ല സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. സാധാരണ സൂറത്ത് തലാഖ് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സംശയമുള്ള സൂറത്താണ്. ഇവിടെ ആർക്കും സംശയം റിസ്ക് ട്രാൻസ്ഫോം ചെയ്യണേന് ഏഹ് എന്തിനോടാ ഉപമിച്ചത്? ട്രാൻസ്ഫോർമേഷൻ
ഏത് സൂറത്തിലത്തെ? തലാഖിലത്തെ ആണോ അതോ മറ്റേ ഇതിലത്തെ അബസയിലത്തെ? ത്വലാഖിലത്തെ ആ, റിസ്ക് വിഭജിക്കുന്നതിന് എന്തിനോടാണ് ചേർത്ത് റിസ്ക് പറഞ്ഞത്? വിഭജിക്കുക എന്ന് ഒന്നുകൂടി പറഞ്ഞാല് പറയൂ. മറ്റേ എന്താണ്, വിവാഹബന്ധം വേർപെട്ട് കഴിഞ്ഞാൽ ഇയാൾക്ക് ഇപ്പോൾ ഒരു സ്ത്രീ സ്വാഭാവികമായിട്ടും ഒരു പുരുഷന്റെ സംരക്ഷണത്തിലാണ് ഉണ്ടാവുക. അപ്പൊ ആ പുരുഷനില്ലാതെ കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ റിസ്ക് അവിടെ നിൽക്കല്ലേ, അപ്പൊ റിസ്ക് വിഭജിക്കപ്പെട്ടില്ലേ. അപ്പൊ ഇനി ഈ സ്ത്രീയുടെ കാര്യങ്ങൾ നോക്കി നടത്തുകാരാണ്. അപ്പൊ വേറെ റിസ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആള് വരും. മനസ്സിലാകുന്നുണ്ടാ? അപ്പൊ ഒരു ഭാഗം ഇപ്പോൾ ഒരു തലാക്ക് ഒരു ബന്ധം ഇല്ലാതായി എന്ന് വെച്ചിട്ട് ആ ആളുടെ റിസ്ക് അവിടെ ബന്ധാവൂല. റിസ്ക് തരുന്ന അള്ളാഹുവാണ്, അത് വേറെ വഴി കൂടെ വരുന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ മറ്റേ ചില ബന്ധങ്ങൾ മുന്നോട്ട് പോവില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും ആ ബന്ധം മുറിക്കാൻ തടസ്സമാവരുത്. അള്ളാഹു അല്ല, സുബ്ഹാനഹു വ തആല ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും പോലെ അതുപോലെ പറയുന്നുണ്ടോ? ആ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് തലാക്ക് അ- അ- ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്ത്രീകൾ ഉം. കരുതും അവരുടെ ജീവിതം കഴിഞ്ഞ്. അവര് പേഴ്സണലി അവർ അന്ധകാരത്തിലേക്ക് പോവാണ്. എൻ്റെ ജീവിതം ഇനി വഴിമുട്ടി, എനിക്ക് ഇനി ആരാ ഉള്ളത് എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ അവളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ആ ഭർത്താവിൻ്റെ വീട്ടുകാരും കുടുംബക്കാരും ബന്ധക്കാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഈ ബന്ധം മുറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്ടാവുക? ആ സ്ത്രീക്ക് സ്വാഭാവികമായി തോന്നിപ്പോവുകയെ ഞാനിപ്പോൾ ഒറ്റപ്പെട്ടില്ല, എൻ്റെ എല്ലാവരും പോയി, ഇനിയിപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുക എന്നൊരു അന്ധകാരത്തിലായിരിക്കും. അള്ളാഹ് പറയാണ് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ എന്താ? യു വിൽ ഹാവ് എ ബെറ്റർ ലൈഫ്. ദിസ് ഇസ് നോട്ട് ദി എൻഡ് ഓഫ് ദ വേൾഡ്. ലോകം അവസാനിച്ചിട്ടൊന്നുമില്ല. നിങ്ങളെ മുമ്പിൽ റിസ്ക് വരാനുള്ള വഴികളൊക്കെ അള്ളാഹു ഉണ്ട്. അള്ളാഹു സകല 7 ലോകം ആകാശമൊക്കെ ഉണ്ടാക്കിയത് അള്ളാഹുവാണ്. അങ്ങനത്തെ അള്ളാഹു നിങ്ങളുടെ ഒരു കാര്യം കൈകാര്യം ചെയ്യാൻ ഒരു പ്രശ്നമല്ല. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് ശക്തി കൊടുക്കേണ്ട സ്ത്രീകളുടെ ഘട്ടമാണിത്. ആ ഘട്ടത്തിൽ ഒരു സ്ത്രീക്ക് ഇത്തരത്തിലുള്ള ആയത്തുകൾ അവർക്ക് കരുത്തേകുന്നില്ല എങ്കിൽ പിന്നെ ദുനിയാവിലും സംഗതി കരുത്തേകൂല. മനസ്സിലാകുന്നുണ്ടാ? ഏറ്റവും കൂടുതൽ മാനസികമായ ശക്തി വേണ്ടത് ആ സ്ത്രീക്ക് ആ ഘട്ടത്തിലാണ്. ആ ഘട്ടത്തിൽ അള്ളാഹു എല്ലാ തരത്തിലും സപ്പോർട്ടും കൊടുക്കുക. ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുകയാണ്, ഫൈനാൻസ് സപ്പോർട്ട് കൊടുക്കുകയാണ്, എക്കണോമിക് സപ്പോർട്ട് കൊടുക്കുകയാണ്. അതുപോലെ മറ്റേ എല്ലാ ഇൻസെക്യൂരിറ്റി നിന്ന് മാറ്റുക എന്ന് പറയാൻ, ഡോണ്ട് വറി, അള്ളാഹ് ഇസ് വിത്ത് യു. 7 വാനലോകങ്ങൾ സൃഷ്ടിച്ച അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് വെളിച്ചം ഉണ്ടാവുള്ളൂ, പേടിക്കണ്ട. റിസ്ക് അള്ളാഹ് തരും, സംവിധാനം അള്ളാഹുടെ കയ്യിലുണ്ട്. ഈ എങ്ങനെയാണോ നിങ്ങളുടെ വിവാഹത്തെ വിഷയത്തെക്കുറിച്ച് അള്ളാഹ് തീരുമാനിച്ചതുപോലെ തലാഖും തീരുമാനിച്ച അള്ളാഹ് തന്നെയാണ്. അപ്പം നമ്മളെന്ത് വേണം? ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് അള്ളാഹു എൻ്റെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, എനിക്ക് ഈ ആളുടെ കൂടെ ജീവിക്കാൻ എത്ര മാത്രം നിന്നുള്ള അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ ഒരു വഴി അള്ളാഹ് കാണിച്ചു തരും. അങ്ങനെയുള്ള സ്ത്രീകൾ നമ്മുടെ ഇടയിൽ കിട്ടാം. ഞാൻ ആരും പേരെടുത്ത് പറയുന്നില്ല. ഭർത്താവിൻ്റെ മറ്റേ മോശ നടപ്പ് കാരണം ആ ബന്ധം വേണ്ട എന്ന് വെച്ച് പോയ സ്ത്രീകൾ നമ്മുടെ ഇടയിലുണ്ട്, ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. നാട്ടിൽ പോയി വിവാഹമോചനം നേടുകയും എന്നിട്ട് സ്വന്തം കാലിൽ നിൽക്കുകയും സ്വന്തം വീടുണ്ടാക്കുകയും മക്കളെ പോറ്റുകയും ആ മക്കളൊക്കെ വലുതായിട്ട് വിവാഹം കഴിച്ച കുട്ടികളായിട്ട് ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ 3-4 മക്കളെ സമയത്ത് വിവാഹമോചന ആളുകളുണ്ട്. നമുക്ക് നമ്മളെ ഈമാൻ ഉറപ്പാണെങ്കിൽ, ശക്തമാണെങ്കിൽ അള്ളാഹു നമ്മളെ കൈവിടൂല. ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഒരു ബന്ധം വേർപെട്ടു എന്നതുകൊണ്ട് അതിനർത്ഥം ഒരു സ്ത്രീയുടെ ജീവിതം അല്ല ആകണില്ല എന്നല്ല. പിന്നെ മാത്രമല്ല, സ്ത്രീകളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകൾക്കാണ് ഈ പറഞ്ഞ ഇതുള്ളത്. എന്താ? വിവാഹമോചനം കഴിഞ്ഞാലും ഈ സ്ത്രീയെ നോക്കേണ്ടതൊക്കെ ആരോ ഉത്തരവാദിത്തം? അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്. ഒരു വിവാഹമോചനം നടക്കപ്പെട്ട ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്തം അവളുടെ പിതാവ് നോക്കേണ്ടത്. പിതാവ് ഇല്ലാന്നെങ്കിൽ ആങ്ങളാരാ നോക്കേണ്ടത്. ആങ്ങളാരില്ലാന്നെങ്കിൽ മൂത്താപ്പാര് ഇളാപ്പാരുണ്ട്, അവരാ നോക്കേണ്ടത്. അപ്പം അവരൊന്നും ആ സമയത്ത് കൈ ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന താക്കീതുണ്ടല്ലോ, അതൊക്കെ അവർക്കുള്ള ഒരു ഹെൽബില്ലതീന ആമനു. സത്യവിശ്വാസികൾപ്പെട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ സ്ഥാനങ്ങളും മാനങ്ങളൊക്കെ ഉള്ള ആളുകൾ. അപ്പോൾ എൻ്റെ പെങ്ങൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ആ പെങ്ങളെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അവൾക്ക് റിസ്ക് എൻ്റെ വഴി കൂടെ വരിക. ആ സമയത്ത് എൻ്റെ കയ്യിരിപ്പുണ്ടായതല്ല, നീ തീയണ്ടായിക്കോ എന്ന് പറച്ചിലല്ല, കൂടെ ചേർത്ത് പിടിക്കലാണ്. ഏറ്റവും കൂടുതൽ മാനസികമായ സപ്പോർട്ട് വേണ്ടത് ആ സമയത്താണ്. സ്നേഹം കൊടുക്കേണ്ട സമയം അപ്പോഴാണ്. ഈ ബന്ധം വേർപെടുത്താൻ പറ്റൂല എന്ന് മനസ്സിലാക്കണം. മറ്റേ ബന്ധങ്ങൾ വേർപെടുത്താൻ പറ്റും, പക്ഷേ ആങ്ങളെ പെങ്ങളെ ബന്ധം വേർപെടുത്താൻ പറ്റൂല. എളാപ്പായിട്ടുള്ള ബന്ധം വേർപെടുത്താൻ പറ്റൂല. മൂത്താപ്പായിട്ടുള്ള ബന്ധം വേർപെടുത്താൻ പറ്റൂല. അമ്മമായിട്ടുള്ള ബന്ധം വേർപെടുത്താൻ പറ്റൂല. ഇതൊക്കെ തൊട്ടാ പോലും മുറിയാത്ത ബന്ധങ്ങളാ.
അവരൊക്കെയാണ് പിന്നീട് വലിയായിട്ട് ഇവിടെ പെരുമാറുന്ന ആളുകൾ. അവരവരെ ഉത്തരവാദിത്വം നിർവഹിച്ചില്ല എങ്കിൽ ഒരു തലാക്ക് വന്നു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ സ്ഥാനമുണ്ട്, ഇവർക്കൊക്കെ റോളുണ്ട്. ആ റോള് നിങ്ങൾ നിർവഹിച്ചില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ ഓരോരോ മറ്റേ രാജ്യങ്ങളെ അള്ളാഹു ഇല്ലാതാക്കിയത് അതുപോലെ നിങ്ങളെയും ഇല്ലാതാക്കും എന്നാണ് അള്ളാഹ് പറഞ്ഞത്. ഈ വാണിംഗ് അവർക്കൊക്കെ ബാധകമാണ്. മനസ്സിലാകുന്നുണ്ടാ? അല്ലാതെ ഒരു അത് മാത്രമല്ല, വിവാഹമോചിതയായിട്ട് ഒരു സ്ത്രീയുടെ പുനർവിവാഹത്തെ കുറിച്ചിട്ട് സംസാരിക്കലും ഈ പറഞ്ഞ ആളുകളെ കടമേ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വൃത്തികെട്ടൊരു പരിപാടി ഉണ്ട്. എന്താ? ഒരു സ്ത്രീ വിവാഹമോചനം നേടിക്കഴിഞ്ഞാൽ അവൾക്ക് 2-3 കുട്ടികളുണ്ടെങ്കിൽ ഇനി ഓളങ്ങനെ ജീവിച്ചോളും. എന്ത് ജീവിച്ചോളും? അവൾക്ക് മറ്റൊരു വിവാഹത്തെ കുറിച്ചിട്ട് ആഗ്രഹമുണ്ടോ ഇല്ലെന്ന് പോലും ഒരു കുടുംബക്കാർ തിരക്കാറില്ല. ഇവരാണ് തീരുമാനിക്കുക. ഈ 4 മക്കളെ നോക്കിയിട്ട് ഓളെ കുത്തിരിക്കട്ടെ. നല്ലല്ലോ. ഈ 4 മക്കൾ വലുതായി കഴിഞ്ഞാൽ അവരെ വാട്ടേണ്ടി പോകും. പിന്നെ ഈ പെണ്ണൊറ്റക്കാ. അപ്പോൾ ഈ സ്ത്രീക്ക് മറ്റൊരു വിവാഹത്തെ കുറിച്ചുള്ള ആലോചനകളും അവൾക്ക് വേണ്ട സംഗതി പറഞ്ഞു കൊടുക്കാനും അതിന് വേണ്ട സംവിധാനം ചെയ്യാനൊക്കെ ആളുകൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. കുടുംബക്കാരും ബന്ധക്കാരും, അതായത് ഒരു അൽബാബ് ആരുടെ കയ്യിലാണോ കാര്യങ്ങൾ തീരുമാനിക്കാനൊക്കെ ഉള്ള യോഗ്യരായ ആളുകൾ കുടുംബത്തിൽ അവർ മുന്നോട്ട് വരണം. അവൾക്കൊരു ജീവിതം വേണം. അവൾ 2-3 മക്കൾ ശരിയുണ്ടായിക്കോട്ടെ, അവരുടെ സമ്മതത്തോട് പോയിട്ട് അവൾക്ക് വേറെ ജീവിതം വേണം. അവൾ അങ്ങനെ ഒഴിവാക്കാൻ പറ്റൂല. ഈ മക്കൾ നാളെ വലുതായിട്ട് ഓരോരോ വാർഡിന് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താ കാട്ടുക? ഇതൊക്കെ ആയിരിക്കണം ഈ ഒരു അൽബാബിന്റെ ചിന്തകൾ. അതിനുവേണ്ട സംവിധാനങ്ങൾ ചെയ്യണം, അതിനുവേണ്ടി ചോദിക്കണം. പല സ്ത്രീകളും എനിക്കറിയാം, എന്നോട് നേരിട്ട് പറഞ്ഞ ആളുകളുണ്ട്, ഇതൊക്കെ നേരത്തെ ചോദിക്കായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇത്ര പ്രയാസപ്പെടില്ല. അന്ന് ചോദിക്കേണ്ടത് ചോദിക്കാത്തത് കൊണ്ട് ഞാൻ ഇന്ന് കല്യാണം കഴിക്കാതെ പെട്ടുപോയി. മക്കളൊക്കെ വലുതായി അവർ കല്യാണം കഴിച്ച് അവരെ വൈപ്പോയി. ഞാനിപ്പോൾ ആർക്കും വേണ്ടാത്തൊരു ചെറുക്കായിരുന്നു എന്ന് പറഞ്ഞ ആളുകൾ. ഞാനൊന്ന് അണിക്കട്ടെ ആ, നോ പ്രോബ്ലം. അപ്പൊ അങ്ങനത്തെ സംഗതികളുണ്ട്. ഇതൊക്കെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരണം. അത് വലിയൊരു ടോപ്പിക്കാണ്. അത് സൂറത്തുൽ ബഖറ ക്ലാസ് സമയത്ത് നമ്മൾ ഒരുപാട് ചർച്ച, സാൽമിയെ തന്നെ എടുത്തിട്ടുള്ളത്, സാൽമിയത്തെ ആളുകൾക്ക് അറിയാം, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളാണെന്നൊക്കെ. പല ആംഗിളുകളും പലതൊക്കെ നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട് കേട്ടാ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അങ്ങനത്തെ അവസ്ഥകളൊക്കെ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ആളുകളായ നിങ്ങൾ ഇതിനൊക്കെ മുമ്പിൽ വരികയും ഇതിന് വേണ്ട രൂപത്തിലൊക്കെ വളരെ മാന്യമായ രൂപത്തിൽ ഇത്രയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനൊക്കെ നിങ്ങൾ മുന്നിട്ട് ഇറങ്ങണം. നിങ്ങളുടെ അറിവ് ഇവിടൊക്കെയാണ്, ഇത്തരത്തിലുള്ള മേഖലകളിലൊക്കെയാണ് നിങ്ങളുടെ അറിവ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടേണ്ടത്. കാരണവന്മാരല്ലേ, അവരെന്തേലും തോന്നിയ ദിവസം പറഞ്ഞാൽ ഞാൻ എങ്ങനെ പറയുന്നു വിചാരിക്കരുത്. അള്ളാഹു പറഞ്ഞതിൻ്റെ എതിരായിട്ട് ഏത് കാരണവർ പ്രവർത്തിക്കുകയാണെങ്കിലും ഈ ആയത്ത് ഓതി പറയാൻ പറ്റണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്ത പോലെ കൈകാര്യം ചെയ്യട്ടെ. അതുകൊണ്ട് സൂക്ഷിച്ചോ, ഈ വിഷയം നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് തെറ്റായ രൂപത്തിലാണ്, അതുകൊണ്ട് പറ്റൂല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം കേട്ടാ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.